നമ്മൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൊറിയർ സീരീസ് ഓഡ് ഓർ ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫൊറിയർ സീരീസ് എങ്ങനെയാണ് കാണുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഓഡ് ഫംഗ്ഷൻ, എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. എന്താണ് ഓഡ് ഫംഗ്ഷൻ, എന്താണ് ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് ഞാൻ എഴുതുന്നു. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് കണ്ടുപിടിച്ചേ. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് അപ്പോൾ എന്താവും, മൈനസ് എക്സ് എന്നാണ് വരുന്നത്. എക്സിൻ്റെ അവിടെ മൈനസ് കൊടുക്കുന്നു. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം, മൈനസ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയാൽ ഓഡ് ഫംഗ്ഷനും എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയാൽ ഈവൻ ഫംഗ്ഷനും ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുന്നു. നിങ്ങൾ അത് ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യുന്നത്, എഫ് ഓഫ് മൈനസ് എക്സ് നിങ്ങൾ കാണുന്നു. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ്, എക്സിന്റെ അവിടെ മൈനസ് കൊടുക്കുന്നു. അപ്പോൾ എക്സിന്റെ അവിടെ മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് എക്സിന്റെ സ്ക്വയർ, അപ്പോൾ എന്ത് കിട്ടുന്നു, മൈനസ് എക്സിന്റെ സ്ക്വയർ എന്താണ്, എക്സ് സ്ക്വയർ ആണ് കിട്ടുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു, എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എഫ് ഓഫ് മൈനസ് എക്സ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയില്ലേ. എഫ് ഓഫ് എക്സ് അല്ലേ നമ്മുടെ എക്സ് സ്ക്വയർ, നമുക്ക് എക്സ് സ്ക്വയർ എന്നല്ലേ കിട്ടിയത്. മൈനസ് എക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അതെന്തായി മാറുന്നു, എക്സ് സ്ക്വയർ ആയി മാറുന്നു. അപ്പോൾ ഇതെന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ക്ലിയർ. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഓഡ് ഫംഗ്ഷനും എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഈവൻ ഫംഗ്ഷനും ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ കുറച്ച് സൈൻ്റെയും കോസ്, സൈൻ എന്താണ്, ഓഡാണോ ഈവൻ ആണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഓഡ് ഇൻറ്റു ഓഡ്, ഈവൻ ഇൻറ്റു ഈവൻ, ഓഡ് ഇൻറ്റു ഈവൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് എന്ന് ഞാൻ എഴുതിയാൽ ഇത് ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് കാണുന്നു. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് ഉള്ളിടത്ത് എല്ലാം മൈനസ് കൊടുക്കും. അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് മൈനസ് എക്സ് എന്താണെന്ന് അറിയാവോ, സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. ഇത് നമ്മൾ ട്രിഗ്നോമെട്രിക്കകത്ത് +1 പഠിക്കുന്നതാണ്. കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്, കോസ് തീറ്റയാണ്. അപ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ മൈനസും പോസിറ്റീവ് ആകത്തില്ലേ. അപ്പോൾ എക്സ് സൈൻ എക്സ് എന്ന് നമുക്ക് കിട്ടുന്നു. അതായത് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഇസിക്കൽ നമുക്ക് എന്താന്ന് കിട്ടി, എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ എക്സ് സൈൻ എക്സ് എന്ന് പറയുന്ന ഓഡാണോ ഈവൻ ആണോ, ഈവൻ ആണ്. ഓക്കെ, ഈവൻ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ, ഈവൻ ഫംഗ്ഷൻ. ക്ലിയർ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ് എന്ന് തരികയാണെങ്കിൽ ഇത് ഓഡാണോ ഈവൻ ആണോ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇത് ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ എഫ് ഓഫ് മൈനസ് എക്സ് കാണുന്നു. അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ്, കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ് മുകളിൽ എഴുതിയിട്ടുണ്ട് അതില്ലേ, കോസ് തീറ്റയാണ്. അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് എന്താണ്, കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്, മൈനസ് എക്സ് കോസ് എക്സ് എന്നാണ് കിട്ടുന്നത്. ഈ എക്സ് കോസ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇതപ്പോൾ ഓഡാണോ ഈവൻ ആണോ, ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ ആണോ, ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സും തരുന്നു. ഇത് ഓഡാണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിച്ചേ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഓഡാണോ ഈവൻ ആണോ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഓഡാണോ ഈവൻ ആണോ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്താ വരുന്നത്, സൈൻ ഓഫ് മൈനസ് എക്സ് ആണ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ തൊട്ട് മോളിൽ നമ്മൾ പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സൈൻ ഓഫ് മൈനസ് ഇത് എന്താണ്, മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് ആണ്, അത് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ സൈൻ എക്സ് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം, ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി എഫ് ഓഫ് എക്സ് കോസ് എക്സോ എഫ് ഓഫ് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? കോസ് ഓഫ് മൈനസ് എക്സ്. കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ. അപ്പൊ കോസ് ഓഫ് മൈനസ് എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. അതായത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്നാണ് കിട്ടുന്നത്. ഇതെന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ എന്താണ്, ഇത് ഓടാണോ ഈവൻ ആണോ ഇങ്ങനെ എഴുതിയൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ മനസ്സിൽ ആലോചിച്ച് വെക്കേണ്ടതാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വന്നു കഴിഞ്ഞാൽ അത് ഓടാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അത് ഈവൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂ വന്നു കഴിഞ്ഞാൽ അത് ഓടാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് വന്നു കഴിഞ്ഞാൽ ഈവൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് വന്നു കഴിഞ്ഞാൽ അത് ഓടാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഓഡ് ഇൻറ്റു ഓഡ് എന്താണ്, ഓഡ് ഇൻറ്റു ഈവൻ എന്താണ്, ഈവന് ഇൻറ്റു ഈവൻ എന്താണെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓഡിനെ നിങ്ങൾ മൈനസ് സൈൻ ആയിട്ടും ഈവനെ നിങ്ങൾ പ്ലസ് സൈൻ ആയിട്ടും മനസ്സിൽ കണ്ടേ. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ് അല്ലേ? അല്ലേ? അതായത് ഈവൻ. ഇനി മൈനസ് ഇൻറ്റു പ്ലസ് എന്താണ്? മൈനസ് ഇൻറ്റു പ്ലസ് എന്താ? മൈനസ് അല്ലേ? അതായത് ഓഡ്. അതായത് ഓഡ് ഇൻറ്റു ഈവൻ എന്താണ്? ഓടാണ്. ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്? ഈവൻ തന്നെയാണ്. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ? ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ഇസിക്കൽ നമ്മൾ തൊട്ട് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. എക്സ് സ്ക്വയർ, ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ കോസ് എക്സ് എന്ന് ഞാൻ എഴുതി. അപ്പോൾ ഇത് ഓടാണോ ഈവൻ ആണോ നമുക്ക് എങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റും? എക്സ് സ്ക്വയർ എന്താണ്? ഈവൻ എന്ന് നമുക്കറിയാം. കോസ് എക്സ് എന്താണ്? ഈവൻ എന്നറിയാം. അപ്പോൾ ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്? ഈവൻ ഇൻറ്റു ഈവൻ എന്താ? ഈവൻ ആണ് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് എന്നായിരുന്നെങ്കിലോ? ഇത് ഓടാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ? എക്സ് എന്ന് പറയുന്ന ഓടാന്ന് നിങ്ങൾക്കറിയാം, സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാം. ഇത് എന്താണ്? ഓടാന്നറിയാം. ഓട ഇൻറ്റു ഓട് എന്താണ്? ഈവൻ ആണ്. അപ്പോൾ എക്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് ഈവൻ ആണ്. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഞാൻ തൊട്ട് മുകളിൽ ചെയ്തേക്കുന്ന പോലെ ഉടനെ എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ പണ്ട് പഠിക്കുന്നത്, ഇനിയിപ്പോൾ നമ്മൾ ഈ ഓടും ഈവനും അല്ലാത്ത കേസുകളും വരുവേ. ഇനി നമ്മൾ പണ്ട് ഇന്റഗ്രേഷനകത്ത് പഠിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 into integral 0 to a f of x dx if f of x is even, 0 if f of x is odd. അതായത് ഇന്റഗ്രൽ മൈനസ് എ ടു എ ഫോമിൽ ഇന്റഗ്രേഷൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യണം. മൈനസ് എ ടു എ ഫോമിൽ വരുമ്പോൾ, അപ്പോൾ മൈനസ് എ ടു എ ഫോമിൽ വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ നമ്മുടെ ആൻസർ, ഇന്റഗ്രലിന്റെ ആൻസർ എന്താണ്? 0 ആയി മാറും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ നമ്മുടെ ഇന്റഗ്രലിന്റെ ഫോർമാറ്റ് എങ്ങനെ മാറുന്നു? 2 into integral 0 to a f of x dx എന്നാകുന്നു. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്, ഇന്റഗ്രലിന്റെ ഉത്തരം എന്താണ്? 0 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് ഓടാണോ ഈവൻ ആണോ ചെക്ക് ചെയ്തിട്ട് ഓഡ് ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് 0 കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇത്രയും ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത് ഫൊറിയർ സീരീസ് ആണ്. ഇനി ഫൊറിയർ സീരീസിനകത്തുള്ള ഓടും ഈവൻ ഫംഗ്ഷന്റെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണ് നമുക്ക് ആയാൽ, എഫ് ഓഫ് എക്സ് ഈവൻ ആയാൽ നമ്മുടെ ഫൊറിയർ സീരീസിനകത്തുള്ള ബി എൻ എന്ന് പറയുന്ന ടൈം, ഫൊറിയർ കോഎഫിഷ്യന്റ് ബി എൻ 0 ആയി മാറും. ഓക്കെ, ഈവൻ ആയാൽ, അത് എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നായാൽ ബി എൻ 0 ആകും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എങ്ങനെ വരും? ഫൊറിയർ സീരീസ് എ നോട്ട് ബൈ 2 പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ എന്നായി മാറുന്നു. ക്ലിയർ? ഇനി എ നോട്ടിന്റെ ഫോർമുല എന്ത് വരുന്നു? എ നോട്ടിന്റെ ഫോർമുല എന്ന് പറയുന്നത് 2/L ഇന്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയി മാറുന്നു. എ എന്നിന്റെ ഫോർമുല എന്ത് വരുന്നു? എ എൻ 2/L ഇന്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആയി മാറുന്നു. 2/L ആണ് വരുന്നത്, കേൾക്കുന്നുണ്ടല്ലോ? 2/L. ക്ലിയർ? ഓക്കെ,
അപ്പോൾ ഇതാണ് ഈവൻ ഫംഗ്ഷൻ്റെ. ഇനിയിപ്പോൾ ഓഡ് ആണെങ്കിലോ, ഓഡ് ഫംഗ്ഷൻ ആയാലോ, ഓഡ് ഫംഗ്ഷൻ ആയാൽ a0ഉം an-ഉം 0 ആയി മാറുന്നു, bn മാത്രമേ ഉള്ളൂ. അപ്പോൾ bn-ന്റെ ഫോർമുല അപ്പോൾ 2/l ഇൻ്റഗ്രൽ 0 to l f of x ഇൻറ്റു സൈൻ n/x/l dx എന്നായി മാറുന്നു. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഫൊറിയർ സീരീസ് എന്തായി മാറുന്നു? സമ്മേഷൻ n = 1 to infinity bn sin n/x/l ആയി മാറുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഫൊറിയർ സീരീസിന്റെ ഓഡിന്റെ ഈവന്റെ ഒക്കെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യേണ്ടത്? അതൊരു സംശയമാണ്. അതായത് നിങ്ങൾക്ക് ഫൊറിയർ സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങളുടെ ഇന്റർവെല്ല് -L/L എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ നമ്മൾ എന്താണ്, ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഈ എല്ലാ ഇന്റർവെല്ലിലും ഇപ്പൊ -L/L ഫോം, അതായത് -π to π എന്നോ അല്ലെങ്കിൽ -1 to 1 എന്നോ, അപ്പൊ ഇങ്ങനെയൊക്കെ ഇന്റർവെൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഓഡാണെങ്കിൽ മാത്രം നമ്മൾ എന്താണ്, ഓഡാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് വരാൻ പറ്റും. ഓഡാണെങ്കിൽ an-ഉം a0ഉം കാണേണ്ട ആവശ്യമില്ല, 0 ആണ്. bn മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈവൻ ആണെങ്കിൽ bn 0 ആയി മാറും. അപ്പോൾ എന്താണ്, a0ഉം an കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ -π to π അല്ലെ -1 to 1 അല്ലെങ്കിൽ ജനറലി -L/L ഇന്റർവെല്ലിലുള്ളത് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഈ ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോർമലി നമ്മൾ എങ്ങനെയാണോ ഫൊറിയർ സീരീസ് കാണുന്നത് അതേപോലെ അങ്ങ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് x² ഇൻ ദ ഇന്റർവെൽ -π to π. ഹെൻസ് ഷോ ദാറ്റ് 1/1² -1/2² plus 1/3² minus 1/4² etc. is equal to π²/12. അടുത്തത് 1/1² plus 1/2² plus 1/3² plus etc. is equal to π²/6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഇന്റർവെൽ എന്താണ് തന്നേക്കുന്നത്? -π to π എന്ന് പറയുന്ന ഫോമിൽ തന്നേക്കുന്നത്. അപ്പൊ -π to π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനറലി -L/L എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ഫൊറിയർ സീരീസ് കാണാനായിട്ട്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² ആണ്. എഫ് ഓഫ് എക്സ് x² ആണ്. സൊല്യൂഷൻ എഫ് ഓഫ് എക്സ് x² ആണ്. അപ്പൊ x² ഓഡ് ആണോ ഈവൻ ആണോ? എഫ് ഓഫ് എക്സ് x² ഓടാണോ ഈവൻ ആണ്? ഈവൻ ആണ് അല്ലേ? എഫ് ഓഫ് -x എന്താ വരുന്നത്? -x² വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? x² എന്ന് കിട്ടുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുന്നു. ഈവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, പീരീഡ് എന്താ വരുന്നത്? പീരീഡ് 2l is equal to π plus π അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 2π. l is equal to π എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് l is equal to π കിട്ടി. നമ്മൾ ഇത് ഈവൻ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈവൻ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഈവൻ ആണെങ്കിൽ here f of x is equal to x², here f of x is equal to x². f of x is an even function. f of x is an even function. So bn is equal to 0. അപ്പോൾ a0ന്റെ ഫോർമുല എന്താ? 2/l. l എന്താ ഇവിടെ? 2/π. ഇന്റഗ്രൽ 0 to l എന്നല്ലായിരുന്നോ? അപ്പോൾ 0 to π f of x dx. f of x എന്താണ്? x² dx which is equal to എന്ത് കിട്ടുന്നു? 2/π x³/3 0 to π which is equal to 2/π π³/3. ഇവിടുത്തെ ഒരു പൈയും ഇവിടുത്തെ ഒരു പൈയും പോയി. 2π²/3 എന്ന് a0 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത an എന്താ വരുന്നത്? 2/l. അപ്പൊ 2/π ഇന്റഗ്രൽ 0 to π. ഇവിടെ l എന്ന് പറയുന്നത് എന്താണ്? പൈ എന്നായിട്ട്. അപ്പൊ 2l. അപ്പൊ എന്താണ് വരുന്നത്? എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? x² cos nx dx ആണ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 2/π. ബെർണോളിസ് വെച്ച് ചെയ്യുമ്പോൾ x² ഇൻറ്റു cos nxന്റെ ഇന്റഗ്രൽ എന്താണ്? sin nx/n -2x ഇൻറ്റു അടുത്ത എന്ത് കിട്ടുന്നു?
കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് 0 to പൈ. ബ്രാക്കറ്റിനകത്തുള്ള സൈനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2/π എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് 2x കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ, ഇത് എക്സ് ആണ്, മൈനസ് 2 ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് 0 to പൈ. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2/π എക്സിൻ്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ എൻ പ്ലസ് 2π കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ മൈനസ് 2 സൈൻ എൻ പൈ ബൈ എൻ ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 + 0 - 0, ലോവർ ലിമിറ്റ് ഫുള്ള് 0 ആയിപ്പോയി. 2/π ഇവിടെ നമുക്കറിയാം സൈൻ എൻ പൈ 0 എന്നറിയാം, കോസ് എൻ പൈയുടെ വാല്യൂ -1/n എന്നറിയാം, ഇതും 0 ആയി മാറുന്നു. അപ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? 2π ഇൻറ്റു -1/n/n സ്ക്വയർ എന്ന് കിട്ടുന്നു. വെട്ടിക്കളയാനുള്ള ഈ വെട്ട് പോന്നു. 4 ഇൻറ്റു -1/n ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്ന് കിട്ടുന്നു. അപ്പോൾ an കിട്ടിയിട്ടുണ്ട്, a0 കിട്ടിയിട്ടുണ്ട്. therefore f of x എന്താ വരുന്നത്? f of x a0/2 പ്ലസ് സമ്മേഷൻ n = 1 to infinity an cos nx which is equal to a0 എന്തായിരുന്നു കിട്ടിയത്? എന്തായിരുന്നു കിട്ടിയത്? 2π²/3 ആണ് കിട്ടിയത്. അപ്പോൾ 2π²/3 ഇൻറ്റു ഒരു 2 ഉണ്ടല്ലോ, a0/2 അല്ലേ, പ്ലസ് സമ്മേഷൻ n = 1 to infinity 4 ഇൻറ്റു -1/n/n സ്ക്വയർ കോസ് nx. ഈ 2 ും 2 വെട്ടിക്കള. അപ്പോൾ π²/3 പ്ലസ് സമ്മേഷൻ n = 1 to infinity 4 ഇൻറ്റു -1/n/n സ്ക്വയർ കോസ് nx. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് ഇതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് π²/3 പ്ലസ് സമ്മേഷൻ n = 1 to infinity 4 ഇൻറ്റു -1/n ഡിവൈഡ് ബൈ n സ്ക്വയർ കോസ് nx. നമ്മുടെ ആൻസറിനകത്ത് an കിട്ടിയേക്കുന്നത് 4 ഇൻറ്റു -1/n/n സ്ക്വയർ ആണ്. a0 കിട്ടിയേക്കുന്നത് 2π²/3 ആണ്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടുന്നു. ഇനി ഇവിടെ ഒരു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു സീരീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ സീരീസ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ കിട്ടിയേക്കുന്ന സാധനം ഞാൻ ഒന്നുകൂടെ താഴോട്ടൊന്ന് എഴുതുവാണ്. നമ്മൾ ഫോറിയർ സീരീസ് ലാസ്റ്റ് എഴുതിയേക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു π²/3 പ്ലസ് സമ്മേഷൻ n = 1 to infinity 4 ഇൻറ്റു -1/n/n കോസ് nx. സീരീസ് ഫോം ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇൻ്റർവെല്ല് -π to π ആണ് ഇൻ്റർവെൽ. നമ്പർ ലൈനിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് -π ആണ്, ഇത് π ആണ്, ഇതിൻ്റെ ഇടയ്ക്ക് 0, π/2 അങ്ങനെ ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പോയിന്റ്സിൽ, അതായത് ഈ -π-ക്കും π-ക്കും ഇടയിലുള്ള പോയിന്റുകളിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ ആണോ? ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = 0 നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് അപ്പോൾ ഏതാണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റുകൾ ഏതൊക്കെയാണ്? പറയൂ, ആരെങ്കിലും പറയൂ. ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് -π-യും π-യും എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റുകൾ എടുക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ പോയിന്റിലേക്ക് തന്നെ കൺവെർജ് ചെയ്യുകയും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് -/2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഫോറിയർ കൺവെർജൻസ് തിയറം പറയുന്നത്.
തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ -π to π എന്ന് പറയുന്ന ഇന്റർവെൽ ആണ്. ഇതിന്റെ ഇടയിലുള്ള പോയിന്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇതിനകത്ത് 0 അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു π² /3a പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 to infinity 4 into -1/n/n cos 0. ഓക്കെ, ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണല്ലോ? ഇത്രയും മനസ്സിലായോ? കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് എടുത്തു. ഇനി എഫ് ഓഫ് 0 എന്താണ്? എഫ് ഓഫ് 0 എന്താണെന്ന് അറിയാമോ? എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന x² അല്ലേ? അപ്പോൾ എഫ് ഓഫ് 0 എന്താണ്? 0 which is equal to π² /3 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity 4 into -1/n divided by n cos 0 1 അല്ലേ? ഈ π²/3 നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി, അപ്പോൾ -π²/3 ആയി. ഈസ് ഈക്വൽ ടു ആ 4 എടുത്ത് വെളിയിൽ ഇട്ടു. സമ്മേഷൻ n is equal to 1 to infinity -1/n divided by n. റൈറ്റ് സൈഡിൽ സീരീസ് ഫോം ചെയ്ത് n-ന് 1 2 3 ഒക്കെ കൊടുത്തൊരു സീരീസ് ഫോം ചെയ്തേ. ഈ 4-നെയും കൂടെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നേ, അപ്പോൾ എന്ത് കിട്ടുന്നു? -π²/12 ഈസ് ഈക്വൽ ടു സീരീസ് ഫോം ചെയ്ത് n-ന് 1 കൊടുക്കുമ്പോൾ -1/1. ഒരു സെക്കൻഡ്, ഇവിടെ n² അല്ലായിരുന്നോ? n² ആയിരുന്നല്ലേ? സോറി n². ഇവിടെ n² ആണ്, ഞാൻ എഴുതിയത് വന്ന മിസ്റ്റേക്ക് ആണ്. n². ഓക്കെ, അപ്പോൾ 1² വന്നു പ്ലസ് ഇവിടെ -1² /1². സോറി 2². അടുത്തത് പ്ലസ് -1³ ഡിവൈഡഡ് ബൈ 3² പ്ലസ് -1 ഹോൾ റൈസ് ടു 4/4² പ്ലസ് എക്സെട്ര ഇങ്ങനെ അങ്ങ് പോവാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തെടുക്കാം? അടുത്ത സ്റ്റെപ്പിൽ ഇതൊന്ന് സോൾവ് ചെയ്തേ. -1/1². അടുത്ത ടൈം എന്ത് വരുന്നു? +1/2². അടുത്ത എന്ത് വരുന്നു? -1/3². അടുത്ത എന്ത് വരുന്നു? +1/4². ഇങ്ങനെ പോവാണ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ് π²/12 കിടക്കുന്നത്, -π²/12 കിടക്കുന്നത്. ഒരു മൈനസ് എടുത്ത് വെളിയിലിട്ടേ, ഒരു മൈനസ് റൈറ്റ് സൈഡിൽ നിന്ന് എടുത്ത് വെളിയിലിട്ടേ. അപ്പോൾ എന്ത് കിട്ടുന്നു? 1/1² 1/2² പ്ലസ് 1/3² -1/4² ഇങ്ങനെ വരുന്നു. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഈ രണ്ട് സൈഡിലെ മൈനസ് പോയില്ലേ? അപ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? ആൻസർ 1/1² മൈനസ് 1/2² പ്ലസ് 1/3² മൈനസ് 1/4² പ്ലസ് തെളിയുന്നില്ലല്ലോ പ്ലസ് എക്സെട്ര ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? π²/12 എന്ന ആൻസർ കിട്ടുന്നു. ക്ലിയർ ആണോ? ഒരു സീരീസ് കിട്ടിയോ? ഓക്കെ അല്ലേ? ഒരു സീരീസ് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? ഒരു സീരീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത മറ്റൊരു സീരീസും കൂടെ പറയുന്നുണ്ട് അല്ലേ? ആ സീരീസ് കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇനി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിലേക്ക് പോകുന്നു. ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ π കൊടുത്താൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു π കൊടുക്കുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു π എന്ന് പറയുന്ന ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മുമ്പേ കൊടുത്തപ്പോൾ എഫ് ഓഫ് 0 എന്നല്ലേ ഡയറക്റ്റ് അങ്ങ് എഴുതുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എക്സിന് ഡയറക്റ്റ് π കൊടുക്കാൻ പറ്റില്ല. ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എഫ് ഓഫ് π പ്ലസ് ഒരു സെക്കൻഡ് തെളിയുന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് വരുമ്പോഴത്തേക്ക് എഫ് ഓഫ് π പ്ലസ് എഫ് ഓഫ് π -/2 ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് എഴുതേണ്ടത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു a0 എന്തായിരുന്നു? അത് വായിക്കാവോ? π²/3 പ്ലസ് 4 into -1/n/n².
അപ്പോൾ ഇത്രയും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഡയറക്റ്റ് എഫ് ഓഫ് പൈ എന്നല്ല കൊടുക്കേണ്ടത്. ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് എടുക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വേണം എഴുതാൻ. ജനറലി നമ്മൾ ഇതിന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്നാണ് നമ്മുടെ ആ ഫൊറിയർ കൺവെർജൻസ് തിയറത്തിനകത്ത് പറയുന്നത്. അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മുടെ ഫംഗ്ഷൻ കൺവെർജ് ചെയ്യുന്നതാണ് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിൽ ഡയറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് തന്നെ കൺവെർജ് ചെയ്യുന്നു പറയുന്നുണ്ട്. അത് കൺവെർജൻസ് തിയറത്തിനകത്ത് പറയുന്ന തിയറം ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സീരീസ് ഫോം ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നടുക്കത്തെ പോയിന്റ് എടുക്കുമ്പോൾ ഡയറക്റ്റ് കൊടുക്കുന്നു, എന്താണ് ബൗണ്ടറിയിലുള്ള പോയിന്റുകൾ എടുക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി എഫ് ഓഫ് പൈ പ്ലസ് എന്താണ്, എഫ് ഓഫ് പൈ മൈനസ് എന്താണ് നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ. അപ്പൊ എഫ് ഓഫ് പൈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള പൈ കൊടുക്കുന്നു, എക്സിന്റെ അവിടെ പോസിറ്റീവ് പൈ കൊടുക്കും, അപ്പൊ പൈ സ്ക്വയർ കിട്ടുന്നു. എഫ് ഓഫ് പൈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ അവിടെ മൈനസ് പൈ കൊടുക്കുന്നു, അപ്പൊ മൈനസ് പൈന്റെ സ്ക്വയർ എന്താണ്, പൈ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പൊ എഫ് ഓഫ് പൈ പ്ലസ് പൈ സ്ക്വയർ കിട്ടുന്നു, എഫ് ഓഫ് പൈ മൈനസും പൈ സ്ക്വയർ കിട്ടുന്നു, ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3 പ്ലസ് 4 എടുത്ത് വെളിയിൽ ഇട്ടു, സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1/n ഡിവൈഡ് ബൈ n സ്ക്വയർ കോസ് nx എന്ന് കിട്ടും. ഇതെന്ത് കിട്ടുന്നു, 2 പൈ സ്ക്വയർ ബൈ 2 വെട്ടിപ്പോയി, പൈ സ്ക്വയർ ഈ റൈറ്റ് സൈഡിൽ ഉള്ള പൈ സ്ക്വയർ ബൈ 3നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയി, അപ്പോൾ പൈ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടുന്നു. 2 വെട്ടിപ്പോയെ, പൈ സ്ക്വയർ മാത്രമാവേ, പൈ സ്ക്വയർ മാത്രം ഞാൻ എഴുതുന്നു, വെട്ടിപ്പോയതാണ് പൈ സ്ക്വയർ ആയി. പൈ സ്ക്വയർ അല്ല അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, ഇനി കൺഫ്യൂഷൻ വേണ്ട, ഇത്രയേ ഉള്ളൂ. 2 പൈ സ്ക്വയർ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1/n ബൈ n സ്ക്വയർ കോസ് nx പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 3 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1/n ഡിവൈഡഡ് ബൈ n സ്ക്വയർ കോസ് ഇവിടെ നമ്മൾ എക്സിന് നമ്മൾ പൈ കൊടുത്തില്ലായിരുന്നല്ലേ, എക്സിന് ഇവിടെ പൈ കൊടുക്കുമ്പോൾ കോസ് എൻ പൈ വരുമായിരുന്നല്ലോ, കോസ് എൻ പൈ, എക്സിൻ്റെ അവിടെ പൈ ഇപ്പുറത്ത് കൊടുത്തില്ലായിരുന്നു, എക്സിൻ്റെ അവിടെ പൈ കൊടുത്തേ, കോസ് എൻ പൈ കൊടുത്തേ, കോസ് എൻ പൈ ഇവിടെയും പൈ വന്നു, ഇവിടെയും പൈ വന്നു, ഇവിടെ കോസ് എൻ പൈ വന്നു. സോൾവ് ചെയ്തേ, 3 പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 3 2 പൈ സ്ക്വയർ ബൈ 3 ഈ 4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നേ ഇൻറ്റു 4, ഓക്കെ ആണോ, വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1/n ഡിവൈഡഡ് ബൈ n സ്ക്വയർ. ഈ കോസ് എൻ പൈയുടെ വാല്യൂ എന്താണ്, കോസ് എൻ പൈ എന്താണ്, കോസ് എൻ പൈ എന്താണ്, മൈനസ് 1/n അല്ലേ, അപ്പോൾ മൈനസ് 1/n ഇൻറ്റു മൈനസ് 1/n എന്ത് കിട്ടുന്നു, മൈനസ് 1/2n എന്ന് കിട്ടത്തില്ലേ, കിട്ടുമോ? മൈനസ് 1/2n വാല്യൂ എന്താണ്, മൈനസ് 1/2n വാല്യൂ 1 ആണ്, 1. അതായത് നിങ്ങൾ എന്നിന് 1 2 3 എന്ത് കൊടുത്താലും നിങ്ങൾ എന്താണ് ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു 1 കിട്ടത്തുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ മൈനസ് 1/2n വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എടുക്കാം, ഇത് വെട്ടിക്കളാം, ഇവിടെ 2 വന്നു, അപ്പോൾ പൈ സ്ക്വയർ ബൈ 6 ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, ഇത് 1 ആയി മാറും, അപ്പോൾ 1/n സ്ക്വയർ മാത്രമാണ്. ഓക്കെ, ക്ലിയർ? ഇത്രയും ഓക്കെ ആണോ, ഇത്രയും ഓക്കെ ആണോ? ഇനി നമ്മൾ ആ സീരീസ് അങ്ങ് ഫോം ചെയ്യുന്നത്, പൈ സ്ക്വയർ ബൈ 6 ഈസ് ഈക്വൽ ടു എന്നിന് 1 കൊടുത്തപ്പോൾ 1/1 സ്ക്വയർ പ്ലസ് അടുത്ത n 2 കൊടുത്തേ 1/2 സ്ക്വയർ പ്ലസ് അടുത്ത n 3 കൊടുത്തേ 1/3 സ്ക്വയർ പ്ലസ് അടുത്ത 4 കൊടുത്തേ 1/4 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ്, മറ്റൊരു സീരീസ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് ഇൻ -π to π ഇന്റർവെൽ. ഓക്കെ, -π to π ഇന്റർവെൽ എവിടെ കണ്ടാലും നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്തുള്ള എഫ് ഓഫ് എക്സ് ഓഡ് ആണോ ഈവൻ ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം സൈഡിലായിട്ട്.
അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഓഡ് നമുക്കറിയാം, സൈൻ എക്സ് എന്ന് പറയുന്ന ഓഡ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ഓഡ് ഇൻറ്റു ഓഡ് എന്താണ്, ഈവൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് സൈൻ എക്സ് എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സൈൻ ഓഫ് മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ബി എൻ 0. ഓക്കെ, പീരീഡ് എന്താണ് ഇവിടെ, പീരീഡ് 2l ഇസ് ഈക്വൽ ടു പൈ പ്ലസ് പൈ ആണ്. അതായത് 2l ഇസ് ഈക്വൽ ടു 2π, ഇതിൽ നിന്നും l ഇസ് ഈക്വൽ ടു പൈ എന്ന് കിട്ടുന്നു. എ നോട്ടിന്റെ ഫോർമുല എന്താണ്, എ നോട്ട് ഇസ് ഈക്വൽ ടു 2/π ഇന്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇന്റഗ്രൽ 0 to π എക്സ് സൈൻ എക്സ് ഡി എക്സ്. ബെർണോളി സപ്ലൈ ചെയ്തേ 2/π എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, മൈനസ് കോസ് എക്സ് മൈനസ് 1 ഇൻറ്റു മൈനസ് കോസിൻ്റെ എന്താണ്, സൈൻ എക്സ് 0 to π. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2/π മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് 0π വിച്ച് ഇസ് ഈക്വൽ ടു 2/π. അപ്പർ ലിമിറ്റ് കൊടുത്തേ മൈനസ് π കോസ് π പ്ലസ് സൈൻ π. ലോവർ ലിമിറ്റ് എന്താണ്, 0 പ്ലസ് സൈൻ 0 0. 2/π ഇതെന്താ, കോസ് π മൈനസ് 1 അല്ലേ, ഇതെന്താ 0 ആണ്. അപ്പോൾ മൈനസ് π ഇൻറ്റു മൈനസ് 1, ഈ പയ്യും ഇവിടുത്തെ പയ്യും പോയി, മൈനസും പോസിറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു, 2 എന്ന് കിട്ടുന്നു. എ നോട്ട് 2 എന്ന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണ് എ എന്ന് കണ്ടുപിടിച്ചത്. എ എൻ ഇസ് ഈക്വൽ ടു 2/π ഇന്റഗ്രൽ 0 to π എക്സ് സൈൻ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ എക്സ് എടുക്കണം, സെക്കൻഡ് ടൈം ആയിട്ട് ഈ സൈൻ കോസിൻ്റെ എടുക്കണം. അപ്പോൾ സൈനും കോസും എടുക്കാൻ നമ്മളൊന്ന് ഈ n വരുന്ന ടൈം ആദ്യം വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 2/π 0 to π എക്സ് ഫസ്റ്റ് ടൈം, അടുത്തത് കോസ് എൻ എക്സ് ആദ്യം വരുന്നത്, n വരുന്ന ടൈം ആദ്യം വരുന്നത് കോസ് എൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതുന്നു. ഓക്കെ, ഈ സെക്കൻഡ് ടൈം, ഫസ്റ്റ് ടൈം എക്സ്, സെക്കൻഡ് ടൈം കോസ് എൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. ഇനി ഇവിടെ നമ്മൾ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുവാണ്. ഇവിടെ കോസ് എ സൈൻ ബിയുടെ ഒരു റിസൾട്ട് ഉണ്ട്. കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി എ മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. അപ്പോൾ ഇതെന്ത് കിട്ടുന്നു, ഇവിടെ എൻ എക്സും എക്സും അല്ലേ. അപ്പോൾ അതൊന്ന് ഞാൻ സോൾവ് ചെയ്യുകയാണ് സൈഡിലായിട്ട്. അതായത് കോസ് എൻ എക്സ് സൈൻ എക്സ് ആണ്. അപ്പോൾ എന്ത് കിട്ടുന്നു, 1/2 സൈൻ ഓഫ് എൻ എക്സ് പ്ലസ് എക്സ് മൈനസ് സൈൻ ഓഫ് എൻ എക്സ് മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ 1/2 സൈൻ ഓഫ് എക്സ് എടുത്ത് വെളിയിലിട്ടാൽ n+1 എക്സ് മൈനസ് സൈൻ ഓഫ് n-1 എക്സ് എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ 2/π ഇന്റഗ്രൽ 0 to π എക്സ് അതേപോലെ എഴുതുന്നു. ഈ കോസ് എൻ എക്സ് സൈൻ എക്സിന് പകരം നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള 1/2 ഇൻറ്റു സൈൻ ഓഫ് n+1 എക്സ് മൈനസ് സൈൻ ഓഫ് n-1 എക്സ് കൊടുക്കുന്നു. അടുത്ത ഡി എക്സ്. ഓക്കെ, ഡി എക്സ് വരുന്നു. ഈ 1/2 അകത്തുള്ള 1/2 ഇവിടുത്തെ 2 ഈ 2 കൂടെ കട്ടായി പോകുന്നു. അപ്പോൾ 1/π ആയി മാറുന്നു. ഇന്റഗ്രൽ 0 to π എക്സ് ഇൻറ്റു സൈൻ ഓഫ് n+1 എക്സ് മൈനസ് സൈൻ ഓഫ് n-1 എക്സ് ഡി എക്സ്. ഈ ഒരു സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്ത് പോകാം. പിന്നെ നിങ്ങൾക്ക് സംശയം വന്നാലോ നോർത്ത് എഴുതാം. അപ്പോൾ 1/π ബെർണോളി സപ്ലൈ ചെയ്തേ. ഫസ്റ്റ് ടൈം ഏതാണ്, എക്സ് ആണ്. അപ്പോൾ എക്സ് അതേപോലെ എഴുതുന്നു. സെക്കൻഡ് ടൈം സൈൻ n+1 എക്സ് മൈനസ് സൈൻ n-1 എക്സ് ആണ്. അപ്പോൾ അത് ഒരു ഫുൾ ടൈം ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ആണ് എടുക്കേണ്ടത്. അപ്പോൾ എന്ത് വരും, അതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും,
മൈനസ് കോസ് ഓഫ് എൻ പ്ലസ് വൺ എക്സ് ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വണ്ണ് മൈനസ് അടുത്ത എന്താണ് സൈൻ്റെ എന്താണ് വരുന്നത് മൈനസ് കോസ് അല്ലേ അപ്പോൾ പ്ലസ് ആയി പ്ലസ് കോസ് ഓഫ് എൻ മൈനസ് വൺ എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് വണ്ണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈമിലെ ഇൻ്റഗ്രൽ കഴിഞ്ഞു. ഇനി ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്തു, മൈനസ് ഇട്ടു. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ്, 1 ഇൻറ്റു അടുത്ത ഏതാണ് സെക്കൻഡ് ടൈം ആയിട്ട് ഇപ്പോൾ നമ്മൾ എഴുതിയേക്കുന്ന ഇതാണ്, ഇതിൻ്റെ ഇൻ്റഗ്രൽ ആണ് വേണ്ടത്. ഓക്കെ, അതിൻ്റെ ഇൻ്റഗ്രൽ അപ്പോൾ എന്ത് കിട്ടും പറയൂ മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് കോസ് ഓഫ് എൻ പ്ലസ് വൺ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് സൈൻ ഓഫ് എൻ പ്ലസ് വൺ എക്സ് ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ. ഓൾറെഡി എൻ പ്ലസ് വൺ ഉണ്ട്, അപ്പോൾ എൻ പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ വന്നു പ്ലസ് അടുത്തതോ സൈൻ ഓഫ് എൻ മൈനസ് വൺ എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ഉണ്ടോ? അടുത്ത വണ്ണിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, വണ്ണിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകത്തില്ല, അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം 0 to π. ക്ലിയർ? ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? യെസ് സർ. ഇനി 1/π അതേപോലെ എഴുതുന്നു. 1/π എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ബ്രാക്കറ്റാണ് ഇടുന്നത്. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പർ ലിമിറ്റ് ഞാനൊരു യെല്ലോ കളർ ബ്രാക്കറ്റ് ഇടുന്നു. ഫസ്റ്റ് ടൈം എന്താണ് എക്സിൻ്റെ അവിടെ പൈ കൂടെ, അപ്പോൾ പൈ വന്നു, പൈ ഇൻറ്റു ഈ മൈനസ് കോസ് ഓഫ് എൻ പ്ലസ് വൺ പൈ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വണ്ണ് പ്ലസ് കോസ് ഓഫ് എൻ മൈനസ് വൺ പൈ, എക്സിൻ്റെ അവിടെ പൈയാണ് കൊടുക്കുന്നത് കേട്ടോ, എൻ മൈനസ് വണ്ണ് മൈനസ് സൈൻ ഓഫ് എൻ പ്ലസ് വൺ പൈ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഓഫ് എൻ മൈനസ് വൺ പൈ ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മുടെ അപ്പർ ലിമിറ്റിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ലോവർ ലിമിറ്റ് എന്തുവാ എക്സിന് 0 അല്ലേ കൊടുക്കുക, അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ള ടൈമിനോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായി പോകും 0 ആയി പോകത്തില്ലേ? ആകുമോ? ആകില്ലേ? അടുത്ത സൈൻ്റെ അവിടെ 0 കൊടുക്കുമ്പോൾ അതും 0 ആയി പോകും. അപ്പോൾ ലോവർ ലിമിറ്റ് നമുക്ക് 0 ആണ് കിട്ടുന്നത്. മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമുക്കറിയാം, നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒക്കെ അറിയാം, ഇത് 0 അല്ലേ. സൈൻ എൻ പൈ എന്താണ് 0, സൈൻ എൻ 2n എന്താ 2n പൈ എന്താണ് 0. അപ്പോൾ സൈൻ്റെ കൂടെ എന്ത് വന്നാലും എന്താണ് സൈൻ ഓഫ് എൻ പ്ലസ് വൺ പൈ എന്ന് പറഞ്ഞാലും എന്താണ് 0 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതെന്താ വരുന്നത് കോസ് ഓഫ് എൻ പ്ലസ് വൺ പൈ, അതറിയുമോ? അതായത് കോസ് എൻ പൈ എന്താണ് -1/n. ഈ എന്നിൻ്റെ കൂടെ ഒരു n പ്ലസ് വണ്ണും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താകുന്നു -1/n+1 ആകുന്നു. ക്ലിയർ ആണോ? അപ്പോൾ കോസ് ഓഫ് n മൈനസ് വൺ പൈ എന്താകുന്നു -1/n-1 ആകുന്നു. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് ഞാനിവിടെ കൊടുത്തോട്ടെ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ വെളിയിൽ ഒരു 1/π ഇല്ലേ, ആ പയ്യും ഇവിടുത്തെ ഈ പയ്യും കൂടെ വെട്ടിപ്പോകും. അപ്പോൾ ബാക്കി എന്തുണ്ട് മൈനസ് കോസ് ഓഫ് എൻ പ്ലസ് വൺ പൈ എന്താണ് -1/n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് ഇതെന്ത് കിട്ടുന്നു -1/n-1 ഡിവൈഡഡ് ബൈ n-1 കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഞാൻ നിങ്ങൾക്ക് -1/n+1 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. -1/n+1 എന്താ, അതായത് ഈ ഒരു ടേം സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുക. -1/n ഇൻറ്റു -1/1. ക്ലിയർ? വിച്ച് നമുക്ക് എന്ത് എഴുതാം -1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മൈനസ് അല്ലേ, ആണോ? -1/n എന്ന് എഴുതാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ അടുത്തൊരു ടൈം ഒന്ന് നോക്കി, -1/n-1 എന്താണ് -1/n ഇൻറ്റു -1/-1 അല്ലേ.
ആണോ? ഇതിന്റെ ആൻസർ എന്താ? മൈനസ് വൺ റൈസ് ടു മൈനസ് വൺ എന്താ? എന്താ? മൈനസ് വൺ തന്നെ അല്ലേ? അപ്പൊ മൈനസ് മൈനസ് വൺ റൈസ് ടു എൻ എന്ന് കിട്ടുന്നു. കിട്ടുവോ? സോൾവ് ചെയ്ത് കാണിക്കണം ഇത്. യെസ് സർ, കിട്ടും. മൈനസ് വൺ റൈസ് ടു എൻ ഇൻറ്റു ഈ 1 - -1 അല്ലേ ഈ മൈനസ് വൺ റൈസ് ടു മൈനസ് വൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ 1/x അല്ലേ നമ്മൾ എക്സ് റൈസ് ടു മൈനസ് വൺ എന്ന് എഴുതുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല ഇതിനെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വണ്ണ് മൈനസ് ഇൻറ്റു മൈനസ് വൺ റൈസ് ടു എന്ന് എഴുതാം. അപ്പോൾ ഇത് നോക്കി, ഇതും ഇതും സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? മൈനസ് വൺ റൈസ് ടു എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് വൺ റൈസ് ടു എൻ മൈനസ് വൺ എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ലേ? പറയൂ. പറ്റും. പറ്റും. അപ്പൊ നമുക്ക് ഈ മൈനസ് വൺ റൈസ് ടു ഈ എൻ മൈനസ് വണ്ണിന് പകരം ഞാൻ മൈനസ് വൺ റൈസ് ടു എൻ പ്ലസ് വൺ കൊടുക്കുവാണേ. അപ്പോൾ മൈനസ് വൺ റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് മൈനസ് വൺ റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ. ആ മൈനസ് വൺ റൈസ് ടു എൻ പ്ലസ് വൺ എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ മൈനസ് വൺ ബൈ എൻ പ്ലസ് വണ്ണ് പ്ലസ് വൺ ബൈ എൻ മൈനസ് വൺ എന്ന് എഴുതും. ഈ ബ്രാക്കറ്റിനകത്ത് പോസിറ്റീവായിട്ടുള്ള ടൈം ആദ്യം വരുന്ന രീതി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്തെ കാര്യമാണ് പറയുന്നത്. 1/n - 1 മൈനസ് 1/n + 1 എന്ന് എഴുതാം. സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ടൈം ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? n + 1 മൈനസ് n + 1 ഡിവൈഡഡ് ബൈ n + 1 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n + 1 എന്താണ്? n² മൈനസ് 1 അല്ലേ? അതായത് n + 1 ഇൻറ്റു n മൈനസ് 1 ആണ് ഞാൻ ചോദിച്ചത്. അതായത് a മൈനസ് പി എ ഇൻറ്റു എ പ്ലസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലെ കാര്യമാണ് പറയുന്നത്. a² മൈനസ് b². നമുക്ക് ഇവിടെ എന്താണ്? n മൈനസ് 1 ഉണ്ട്, n + 1 ഉണ്ട്. അപ്പോൾ n² മൈനസ് 1², അതായത് n² മൈനസ് 1. ഇത്രയും ഓക്കെ അല്ലേ? ഇതും പോകുന്നു. 1 + 1 2. അപ്പോൾ മൈനസ് 1 റൈസ് ടു n + 1 ഇൻറ്റു 2/n² മൈനസ് 1 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് എന്താണ്? നമുക്ക് കിട്ടിയേക്കുന്നത് an ആണ് കിട്ടിയേക്കുന്നത്. an കിട്ടി. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ n-ന്റെ വാല്യൂ ഒരിക്കലും 1 ആകാൻ പാടില്ല. അത് എന്തുകൊണ്ടാണ്? ഡിനോമിനേറ്ററിൽ n² മൈനസ് 1 ആണ്. അപ്പോൾ n-ന്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ 0 ആയി പോകത്തില്ലേ? ഓക്കെ. അപ്പോൾ n ≠ 1 എന്ന് എഴുതിയേക്കണം. അപ്പോൾ നമ്മൾ ഈ ഫൊറിയർ സീരീസ് എഴുതുമ്പോൾ നമ്മൾ പഠിച്ചേക്കുന്നത് f(x) = a0/2a പ്ലസ് ഇതിൻ്റെയാണ് എഴുതുന്നത് സമ്മേഷൻ n = 1 to infinity an cos nx എന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി n = 1 മുതലാണ് ചെയ്യുന്നത്. അപ്പോൾ n = 1 മുതൽ നമ്മൾ an സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. നമുക്ക് ഇവിടെ വേണ്ടത് n = 2 മുതലേ പറ്റത്തുള്ളൂ ഇല്ലേ? അല്ലേ? ആണോ? n 1 മുതൽ കൊടുത്തു കഴിഞ്ഞാൽ an അപ്പോൾ n = 2 മുതൽ അപ്പോൾ n = 1 നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ടേം ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഇതിനെ നമ്മുടെ ഇവിടുത്തേതിനകത്ത് a0/2 n-ന് 1 കൊടുത്തേ. അപ്പോൾ a1 cos x പ്ലസ് ഇനി n 2 മുതലുള്ളത് കണ്ടുപിടിക്കുന്നു. an cos nx. അപ്പോൾ ഇവിടുത്തെ a1 നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ക്ലിയർ? അതെങ്ങനെ കാണാം? അത് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ an-ന്റെ ഫോർമുല നമ്മൾ എഴുതിയിട്ടില്ലേ? an എന്തായിരുന്നു നമ്മൾ തുടക്കത്തിൽ എഴുതിയിരുന്നത്? 2/π ഇൻ്റഗ്രൽ 0 to π x sin x ഇൻറ്റു കോസ് nx dx എന്ന് തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് n-ന്റെ അവിടെ 1 കൊടുത്തേ. അപ്പോൾ a1 കിട്ടും. അപ്പോൾ a1 കിട്ടിയുണ്ടോ? അപ്പോൾ 2/π ഇൻ്റഗ്രൽ 0 to π x sin x ഇൻറ്റു കോസ് x dx. sin x ഇൻറ്റു കോസ് x എന്താണ്? sin 2x എന്താണ്? 2 sin x cos x ആണ്. അപ്പോൾ sin x cos x വരെ നമുക്ക് എന്ത് എഴുതാം? sin 2x/2 എന്ന് എഴുതാൻ പറ്റില്ലേ? എഴുതാൻ പറ്റുമോ? അപ്പോൾ sin x cos x വരെ ഞാൻ sin 2x/2 കൊടുക്കുന്നു. അപ്പോൾ 2/π ഇൻ്റഗ്രൽ 0 to π x ഇൻറ്റു sin 2x/2 dx. ഇവിടുത്തെ ഈ 2 ഉം 2 ഉം കട്ടായി പോയി. ബാക്കി എന്തുണ്ട്? 1/π ഇൻ്റഗ്രൽ 0 to π x sin 2x dx. ഇനി എന്താ? ബെർണോളിസ് അപ്ലൈ ചെയ്താൽ പോരെ? ബെർണോളിസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1/π x ഇൻറ്റു sin 2x എന്താണ്?
മൈനസ് കോസ് 2x/2 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു മൈനസ് കോസിൻ്റെ എന്താണ് സൈൻ 2x/2 ഇൻറ്റു 2 4 വരുന്നു 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 1/π. സൈനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാൻ. പ്ലസ് സൈൻ 2x/4 0 to π. അപ്പോൾ എന്ത് കിട്ടുന്നു 1/π. അപ്പർ ലിമിറ്റ് എന്താണ് പൈ ആണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ മൈനസ് പൈ കോസ് 2π ഡിവൈഡഡ് ബൈ 2 പ്ലസ് സൈൻ 2π ഡിവൈഡഡ് ബൈ 4 ലോവർ ലിമിറ്റ് വരുമ്പോൾ 0 പ്ലസ് 0. കോസ് 2πയുടെ വാല്യൂ എന്താണ് കോസ് 2π ഓർമ്മയുണ്ടോ കോസ് 2π 1 ആണ്. സൈൻ 2π എന്താണ് 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നു 1/π ബ്രാക്കറ്റിനകത്ത് മൈനസ് പൈ ഇൻറ്റു 1/2 എന്ന് എഴുതാൻ പറ്റുന്നു. ക്ലിയർ. ഇത് പയ്യും പയ്യും വെട്ടിപ്പോയി. ആൻസർ എന്ത് കിട്ടുന്നു മൈനസ് 1/2 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ f(x) എന്തായി മാറുന്നു a0 എന്തായിരുന്നു കിട്ടിയ ആൻസർ a0 എന്തായിരുന്നു കിട്ടി പറഞ്ഞേ. a0 ചെയ്ത് നോക്കിയില്ലായിരുന്നോ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ എൻ്റെ ആരും ഇല്ല സർ ക്ലാസ്സിൽ A0 2 ആണ് കിട്ടുന്നത്. അപ്പോൾ a0 2/2 പ്ലസ് a1 നമുക്കിപ്പോൾ കിട്ടുന്നത് മൈനസ് 1/2 കോസ് എക്സ് പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി. ഇതെന്തായിരുന്നു കിട്ടിയത് 2 ഇൻറ്റു ഇതായിരുന്നു മൈനസ് 1/n+1 2/n² - 1. മൈനസ് 1/n+1 2/n² - 1 ഇൻറ്റു കോസ് nx. ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ f(x) = x cos x ആണ്. x cos x മൈനസ് പൈ ടു പൈ ഇൻ്റർവെല്ലിൽ ചെയ്യുക. ഇതിപ്പോൾ ഓടാണോ ഈവൻ ആണോ ഇത് ഓടാണോ ഈവൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണ്. അതായത് ഇത് എക്സ് ഓടാണ് കോസ് എന്താണ് ഈവൻ ആണ്. ഈവൻ ഇൻറ്റു ഓഡ് എന്താണ് ഓടാണ്. ഓഡ് വരുമ്പോൾ എന്താ വരുന്നത് ഓടിനകത്ത് a0 an 0 ആണ് അല്ലേ bn മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ Yes, sir. ക്ലിയർ അല്ലേ ഓക്കെ ഞാൻ വേഗം ചെയ്ത് കാണിക്കാം. സൊല്യൂഷൻ ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ f(x) ഈസ് ഓഡ്. സോ the Fourier coefficient are given by a0 is equal to 0 an is equal to 0. bn ന്റെ ഫോർമുല 2/L integral 0 to L f(x) into sin n pi x by L dx ആണ്. പീരീഡ് എന്താണ് പീരീഡ് 2L is equal to 2π L is equal to പൈ എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ബി എൻ കാണാം. ബി എന്നിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നു ബി എൻ is equal to 2/π ഇൻ്റഗ്രൽ 0 to π f(x) എന്താണ് എക്സ് കോസ് എക്സ് ഇതെന്ത് കിട്ടുന്നു സൈൻ nx dx. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ്റഗ്രലിനകത്ത് എന്നിൻ്റെ ടൈം വരുവാണെങ്കിൽ അത് നമ്മൾ ആദ്യം എഴുതുന്നു. ഓക്കെ അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എക്സും സൈൻ nx ഉണ്ട്. അപ്പോൾ സൈൻ nx ആദ്യം എഴുതുന്നു കോസ് എക്സ് ഡി എക്സ്. നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ് സെക്കൻഡ് ടൈം സൈൻ nx കോസ് എക്സും ആണ്. അപ്പോൾ ഇവിടെ എന്താണ് സൈൻ എ കോസ് ബി ഫോമാണ്. സൈൻ എ കോസ് ബി ആ ഒരു ഫോം സൈൻ എ കോസ് ബി. സൈൻ എ കോസ് ബി എന്താണ് 1/2 സൈൻ ഓഫ് എ പ്ലസ് ബി എ പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു സൈൻ nx കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു സൈൻ ഓഫ് n+1 x പ്ലസ് സൈൻ ഓഫ് n-1 x. മുമ്പ് ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്തു പോവാണേ n-1 x അത് കൊടുക്കുവാണ് ഇവിടെ.
അപ്പോൾ 2/π ഇൻ്റഗ്രൽ 0 to π x ഇൻറ്റു 1/2 സൈൻ ഓഫ് n പ്ലസ് 1 എക്സ് പ്ലസ് സൈൻ ഓഫ് n മൈനസ് 1 എക്സ് ഡി എക്സ്. ഈ 2 2 വെട്ടിപ്പോയി. 1/π ഇൻ്റഗ്രൽ 0 to π x ഇൻറ്റു സൈൻ ഓഫ് n പ്ലസ് 1 എക്സ് പ്ലസ് സൈൻ ഓഫ് n മൈനസ് 1 എക്സ് ഡി എക്സ്. ഇനി ബെർണോളിസ് അപ്ലൈ ചെയ്യുന്നു. 1/π എക്സ് ഇൻറ്റു ഇതെന്ത് കിട്ടുന്നു? മൈനസ് കോസ് ഓഫ് n പ്ലസ് 1 എക്സ് ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് മൈനസ് കോസ് ഓഫ് n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1. അടുത്തത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 ഇൻറ്റു മൈനസ് കോസിൻ്റെ എന്താണ്? സൈൻ ആണ്. മൈനസ് സൈൻ ഓഫ് n പ്ലസ് 1 എക്സ് ഡിവൈഡഡ് ബൈ n പ്ലസ് 1ൻ്റെ സ്ക്വയർ മൈനസ് സൈൻ ഓഫ് n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1ൻ്റെ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ 0 to π. വൺ ബൈ പൈ വലിയൊരു ബ്രാക്കറ്റിനകത്ത് അപ്പർ ലിമിറ്റ് എന്താണ്? പൈ കൊടുക്കുന്നു. അപ്പോൾ പൈ ഇൻറ്റു മൈനസ് കോസ് ഓഫ് n പ്ലസ് 1 പൈ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് അല്ല മൈനസ് ആണ്. മൈനസ് കോസ് ഓഫ് n മൈനസ് 1 ഇവിടെ എക്സ് ഉണ്ടായിരുന്നു. n മൈനസ് 1 എക്സ് ഉണ്ട്. പൈ ഡിവൈഡഡ് ബൈ n മൈനസ് 1 മൈനസ് ഇത് എഴുതേണ്ട ആവശ്യമുണ്ടോ? 0 അല്ലേ? 0 ലോവർ ലിമിറ്റ് വരുമ്പോൾ ലോവർ ലിമിറ്റ് 0 ആയിപ്പോയി. ഈ പയ്യും പോയി. ബാക്കി ബാലൻസ് എന്താണ്? മൈനസ് 1/n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 മൈനസ് 1/n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മൈനസ് ഇൻറ്റു, അതായത് -1, ഈ മൈനസിനെ -1 എന്ന് വിളിച്ചാൽ -1 ഇൻറ്റു -1/n പ്ലസ് 1നെ സ്പ്ലിറ്റ് ആക്കിയാൽ എന്ത് എഴുതാൻ പറ്റും? -1/n ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 മൈനസ് -1/n മൈനസ് 1നെ എങ്ങനെ എഴുതാം? -1/n ഇൻറ്റു -1 എന്ന് എഴുതാൻ പറ്റില്ലേ? ഡിവൈഡഡ് ബൈ n മൈനസ് 1. ഇപ്പം എന്തായി? ഇവിടുത്തെ ഈ മൈനസും പോസിറ്റീവ് ആകത്തില്ലേ? ബാക്കി എന്തുണ്ട്? ഫസ്റ്റ് ടൈമിൽ -1/n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഉണ്ട്. അടുത്ത ടൈം നോക്കി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ പ്ലസ് ആയി. ആ വട്ടമിട്ടേക്ക് 2 മൈനസ് ഇവിടെ പ്ലസ് ആയി. പ്ലസ് -1/n ഡിവൈഡഡ് ബൈ n മൈനസ് 1 എന്നും ആയി. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു ഈ -1/n എടുത്ത് വെള്ളിലിട്ടേ. -1/n എടുത്ത് വെള്ളിലിട്ടാൽ 1/n പ്ലസ് 1 മൈനസ് 1/n മൈനസ് 1, സോറി മൈനസ് അല്ല പ്ലസ് 1/n മൈനസ് 1 ക്രോസ് ചെയ്തേ. സ്ക്വയർ ബ്രാക്കറ്റ് സോൾവ് ചെയ്തേ. -1/n n മൈനസ് 1 പ്ലസ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് 1. വെട്ടാൻ എന്തുണ്ട്? -1 പ്ലസ് 1 പോയി. -1/n 2n ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. ഇവിടെ n നോട്ട് ഈക്വൽ ടു 1 ആണ്. n നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് എന്ത് കാണണം? b1 കാണണം. b1ൻ്റെ ഫോർമുല അപ്പോൾ എന്ത് വരുന്നു? 2/π ഇൻ്റഗ്രൽ 0 to π x cos x ഇൻറ്റു sin x dx വിച്ച് ഈസ് ഈക്വൽ ടു 2/π 0 to π x ഇൻറ്റു sin 2x ബൈ 2 dx. ഈ 2 2 വെട്ടിപ്പോയി. x ഇൻറ്റു 1/π x ഇൻറ്റു മൈനസ് കോസ് 2x ബൈ 2 സോൾവ് ചെയ്തെന്ന്. അപ്പോൾ നമുക്ക് അടുത്തത് 1 ഇൻറ്റു മൈനസ് sin 2x ബൈ 4 0π ഇസ് ഈക്വൽ ടു 1/π. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? π ഇൻറ്റു
മൈനസ് കോസ് 2π ഡിവൈഡഡ് ബൈ 2 പ്ലസ് സൈൻ 2π/4 മൈനസ് ലോവർ ലിമിറ്റ് 0 ആയി പോകും. ഇസിക്കൽ ടു 1/π പൈ ഇൻറ്റു മൈനസ് കോസ് 2π എന്താണ് 1 ആണ്. അപ്പോൾ -1/2 മറ്റേ 0 ആയിപ്പോയി. പൈയും പോയി. ആൻസർ എന്ത് കിട്ടുന്നു? -1/2 കിട്ടുന്നു. b1 എന്ന് പറയുന്നത് നമുക്ക് -1/2 കിട്ടി. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് എന്തെഴുതാം? സമ്മേഷൻ n is equal to 1 to infinity ആണോ നമ്മൾ എഴുതേണ്ടത്? അല്ല, നമ്മൾ ആദ്യം നമ്മൾ b1 കാണണം അല്ലേ. b1 എന്താ വരുന്നത്? n is equal 1 b1 സൈൻ nx, b1 സൈൻ nx പ്ലസ് സമ്മേഷൻ n is equal to 2 to infinity bn സൈൻ nπx, സോറി സൈൻ nπx/l. അപ്പോൾ പൈയും പോയി. അപ്പോൾ നമുക്ക് സൈൻ nx എന്ന് എഴുതാം. ഓക്കെ, സൈൻ nx. അപ്പോൾ സൈൻ nx വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? b1 എന്താണ്? -1/2 സൈൻ nx അല്ലല്ലേ, ഇവിടെ സൈൻ x അല്ലേ, സൈൻ x ആണ്. b1 സൈൻ x, b1 സൈൻ x. അപ്പോൾ -1/2 സൈൻ x പ്ലസ് സമ്മേഷൻ n is equal to 2 to infinity bn എന്തായിരുന്നു കിട്ടിയതെന്ന് പറയുമോ? bn എന്തായിരുന്നു കിട്ടിയത്? -1/n ഉണ്ടായിരുന്നു. മറ്റേ എന്തായിരുന്നു പറയൂ ആരെങ്കിലും? -1/n into 2n/n² -1. ഓക്കെ, 2n/n² -1 ഇൻറ്റു സൈൻ nx. ഇതാണ് ആൻസർ. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ ചെയ്ത ഈ 2 പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ടു റെപ്രസെൻറ്റ് f of x is equal to x minus x square interval -π to π ആണ്. ആൻഡ് deduce that 1 minus 1/2 square plus 1/3 square minus 1/4 square plus etc is equal to π²/12. സൊല്യൂഷൻ. അപ്പോൾ -π to π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ തരുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓടാണോ ഈവനാണോ ചെക്ക് ചെയ്യുന്നത്. ഇത് അപ്പോൾ ഓടാണോ ഈവനാണോ ചെക്ക് ചെയ്യാം. f of x is equal to x minus x square. അപ്പോൾ f of -x കാണുമ്പോൾ -x മൈനസ് എക്സിൻ്റെ സ്ക്വയർ, എക്സ് ഉള്ളിടത്തെല്ലാം -x കൊടുക്കും. അപ്പോൾ -x മൈനസ് x² എന്ന് കിട്ടുന്നത്. ഇതെന്താണ്? എന്ത് എഫ് ഓഫ് എക്സ് വല്ലതും ആണോ? ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും എഫ് ഓഫ് എക്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ എങ്ങനെയാണോ ഫൊറിയർ സീരീസ് ചെയ്യുന്നത് അതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പീരീഡ് എന്താണ് ഇവിടെ? പീരീഡ് 2l is equal to 2π, l is equal to π. a0 എന്ത് വരുന്നു? 1/π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് എന്താ? x minus x² ആണ് dx which is equal to 1/π. ഇന്റഗ്രൽ എടുത്ത് എക്സിൻ്റെ ഇന്റഗ്രൽ എന്താണ്? x²/2 ആണ്. x²ൻ്റെ എന്താണ്? x³ 3 ആണ്. -π to π. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തേ 1/π. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ കൊടുക്കുന്നു. അപ്പോൾ π²/2 മൈനസ് π³ 3 മൈനസ് പൈ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? π²/2 മൈനസ് പൈ എന്ന് കിട്ടും. -π³ എന്ന് കിട്ടും. അപ്പോൾ +π³/3 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. 1/π π²/2 മൈനസ് π³ മൈനസ് π²/2 പ്ലസ്, സോറി പ്ലസ് അല്ലല്ലോ മൈനസ് അല്ലേ, മൈനസ് π³3. 8 വെട്ടിക്കള, ഇതും പോകും. ഓക്കെ, അടുത്ത എന്താ വരുന്നത്? 1/π മൈനസ് π³ മൈനസ് π³ എന്താ കിട്ടുന്നു? -2π³ 3 എന്ന് കിട്ടുന്നു. ഇവിടുത്തെ ഒരു പൈയും പോയി, ഇവിടെ 2 വന്നു. -2π²/3 എന്ന് കിട്ടുന്നു. a0 a-ന് കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? 1/π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് എന്താ? x minus x² cos nx dx എന്നായി മാറുന്നു. എല്ല് കൊടുക്കുമ്പോൾ, എല്ലിൻ്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇനി നമ്മൾ ഇത് ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാമോ?
നമ്മൾ ഈ കോസ് എൻ എക്സ് ഉണ്ട് അതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എക്സ് കോസ് എൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇൻ്റഗ്രൽ -π to ആണേ. ഇനി ഈ ഇൻ്റഗ്രൽ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണേ. ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പോൾ 1/π എന്ന് പറയുന്നത് കോമൺ ആയിട്ട് രണ്ട് ടൈമിനുള്ളതാണ്. ഇൻ്റഗ്രൽ -π to എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ -π to എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് എഴുതും. ഇത്രയും ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണോ? ഇനി ഇതെന്താണ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓഡാണോ ഈവൻ ആണോ? കോസ് എന്താണ്? ഈവൻ ആണ്. എക്സ് സ്ക്വയർ എന്താണ്? ഈവൻ ആണ്. ഇതെന്താണ്? ഈവൻ ആണ്. അപ്പോൾ ഓഡ ഇൻറ്റു ഈവൻ എന്താണ്? ഓഡ ഇൻറ്റു ഈവൻ എന്താണ്? ഓഡല്ലേ? ഓഡല്ലേ? ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്? ഈവൻ ആണ്. ഓക്കെ, നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ? എന്ത് പ്രോപ്പർട്ടിയാണ്? എന്ത് പ്രോപ്പർട്ടിയാ? ദേ നോക്കൂ, -a to a f of x dx 2 into integral 0 to a f of x dx if f of x even ഇത് 0 f of x odd. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയാൽ -π to π അല്ലേ കിടക്കുക, അതായത് -a to a f of x dx എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? ഓഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റഗ്രൽ ആൻസർ എന്താണ്? 0 ആയിപ്പോയില്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഞാൻ എഴുതിക്കോട്ടെ. 1/π ഫസ്റ്റ് അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ആൻസർ തന്നെ 0 ആയിപ്പോയി. മൈനസ് അടുത്ത എന്താ? -π to എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ്. അതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈവൻ ആകുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഇതിനെ മാറ്റുന്നു. അപ്പോൾ 2 into ഇൻ്റഗ്രൽ 0 to π ആയി എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് എന്നായി മാറി. ക്ലിയർ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? പറയൂ. 1/π അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2/π ഇൻ്റഗ്രൽ 0 to π എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു -2/π എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ -2x മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ പ്ലസ് 2 മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് 0 to π -2/π എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് 2x കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ -2 സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് 0 to π. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ നമ്മൾ കൊടുക്കണം. -2/π അപ്പർ ലിമിറ്റ് എന്താണ്? പൈ കൊടുത്തത്. അപ്പോൾ π സ്ക്വയർ സൈൻ എൻ പൈ ബൈ എൻ പ്ലസ് 2 into π 2π കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ -2 സൈൻ എൻ പൈ ബൈ എൻ ക്യൂബ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ഓക്കെ ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഇനിയിപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആൻസർ 0 എന്നറിയാം, ഇത് -1/n എന്നറിയാം, ഇത് 0 എന്നറിയാം. അപ്പോൾ -2/π 2π ഇൻറ്റു -1/n ഡിവൈഡ് ബൈ n സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. പൈയും വെട്ടിപ്പോയി. -4 ഇൻറ്റു -1/n ഡിവൈഡ് ബൈ n സ്ക്വയർ. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി എഴുതാം. ഈ -4 നമുക്ക് 4 ഇൻറ്റു -1 ഇൻറ്റു -1/n ഡിവൈഡ് ബൈ n സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇവിടെ നോക്കി -1/1 ഉണ്ട്, -1/n ഉണ്ട്. അപ്പോൾ അതിൻ്റെ പവർ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 4 ഇൻറ്റു -1/n+1 ഡിവൈഡ് ബൈ n സ്ക്വയർ. കിട്ടിയോ? ഇതാണ് ഇതിൻ്റെ an-ൻ്റെ ആൻസർ. നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ bn-ലേക്ക് പോവാണ്. bn ചെയ്യാം. bn-ൻ്റെ ഫോർമുല bn എന്താണ്? 1/l, അത് 1/π -π to π x minus x square into sin nx dx which is equal to 1/π minus π to π. ഇത് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ x
sin nx minus x square sin nx dx which is equal to 1 by pi ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് പൈ ടു പൈ എക്സ് സൈൻ എൻ എക്സ് ആണേ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, എഴുതുന്നൊന്നും തെളിയുന്നില്ലല്ലോ. സൈൻ എൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ, ഓ സ്പ്ലിറ്റ് ആക്കുമല്ലേ, ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സ്. ഇതെന്താണ്? ഓഡ് ഓഡ് ഈവൻ ഓഡ്. ഇതെന്ത് കിട്ടുന്നു? ഓടെന്ന് കിട്ടുന്നു. അതപ്പോൾ ഇതിപ്പോൾ 0 ആയി പോകത്തില്ലേ? ഇതെന്താണ്? ഈവൻ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ടൈം 0 ആയിപ്പോയി, ഫസ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇൻ്റഗ്രൽ ലിമിറ്റ് എങ്ങനെ വരുന്നു? 1 by pi ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ ആകുന്നു, എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് എന്നായി മാറുന്നു. രണ്ടാമത്തെ ടൈം 0 ആയിപ്പോയി. നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് മൈനസ് എ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് 0 ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. അപ്പോൾ 2 by pi ഇൻ്റഗ്രൽ 0 to പൈ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് ചെയ്തേ ബെർണോളിസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ 2 by pi എക്സ് ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ 0 to പൈ ഫിസിക്കൽ 2 by pi. അപ്പർ ലിമിറ്റ് എന്താണ്? പൈ ആണ്. അപ്പോൾ പൈ ഇൻറ്റു മൈനസ് കോസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് സൈൻ എൻ പൈ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 0 മൈനസ് 0 മൈനസ് 0 പ്ലസ് 0. ഓക്കെ, കോസ് എൻ പൈയുടെ വാല്യൂ എന്താണ്? മൈനസ് 1/n ആണ്. സൈൻ എൻ പൈ 0 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 2 by pi പൈ ഇൻറ്റു ആ പൈയും പൈയും വെട്ടിപ്പോവും. അടുത്ത സ്റ്റെപ്പ് വെട്ടാം. പൈയും പൈയും വെട്ടിപ്പോയി. 2 ഇൻറ്റു ഒരു മൈനസ് ഉണ്ടല്ലേ, മൈനസ് മൈനസ് 1/n ആണ്. അപ്പോൾ 2 ഇൻറ്റു മൈനസ് മൈനസ് 1/n എന്നാണ് കിട്ടുന്നത്, 1/n. ഓക്കെ, ഇനി ഈ ഒരു മൈനസ് ഉണ്ടല്ലോ, ആ മൈനസിന് അതായത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 2 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു മൈനസ് 1/n/n എന്ന് എഴുതാമല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് 1/n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാം. ഈ മൈനസ് 1/2 പവർ എന്താ? 1 അല്ലേ? അപ്പോൾ മൈനസ് 1/2 പവറുകൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 1/n പ്ലസ് 1 വരും. അപ്പോൾ 2 ഇൻറ്റു മൈനസ് 1/n പ്ലസ് 1 ബൈ n എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എങ്ങനെ വരുന്നു? a0/2 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ എക്സ് പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ എക്സ് എന്ന് കിട്ടുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു a0 എന്തായിരുന്നു കിട്ടിയത് ആൻസർ? നോക്കിയിട്ട് പറഞ്ഞേ. അപ്പോൾ നമ്മളിത് നമുക്ക് കിട്ടിയേക്കുന്ന a0 എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടുത്തെ ഈ 2 വെട്ടിക്കളാം. അപ്പോൾ മൈനസ് പൈ സ്ക്വയർ ബൈ 3 പ്ലസ് സമ്മേഷൻ നമുക്ക് n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 4 ഇൻറ്റു മൈനസ് 1/n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ കോസ് എൻ എക്സ് പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു മൈനസ് 1/n പ്ലസ് 1 n സൈൻ എൻ എക്സ് എന്ന് കിട്ടുന്നു. ഇവിടെ അവരൊരു സീരീസ് ഫോം ചെയ്യാൻ പറയുന്നുണ്ട്. ആ സീരീസ് ഫോം ചെയ്യുന്നത് നമുക്ക് എക്സിന് നമ്മൾ 0 എന്ന് കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? സൈൻ്റെ ടൈം 0 ആയിപ്പോൾ കോസിൻ്റേത് മാത്രം അവശേഷിക്കും. അപ്പോൾ 4/1 സ്ക്വയർ. ഓക്കെ, അല്ല ഞാൻ ഇങ്ങനെ ചെയ്തു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോം ചെയ്തേ. ജസ്റ്റ് നമുക്ക് ഒരു 2-3 ടൈംസ് ഒന്ന് എഴുതി നോക്കാം. പൈ സ്ക്വയർ ബൈ 3 പ്ലസ് സമ്മേഷൻ എടുത്ത് വെളിയിലിട്ടു 4 ഇൻറ്റു മൈനസ് 1/n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ
കോസ് എൻ എക്സ് പ്ലസ് 2 ഇൻറ്റു മൈനസ് 1 റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ സൈൻ എൻ എക്സ്. എന്നിന് 1, 2, 3 ഒക്കെ കൊടുത്ത് ജസ്റ്റ് 2-3 ടൈംസ് ഒന്ന് ഫോം ചെയ്തേ. മൈനസ് പൈ സ്ക്വയർ ബൈ 3 പ്ലസ് ആദ്യം ഞാൻ ഈ ടൈമാണ് എഴുതുന്നത്. ഇതിൻ്റെ സീരീസ് ആണ് യെല്ലോ കളർ. 4 ഇൻറ്റു എന്നിന് 1 കൊടുക്കുമ്പോൾ മൈനസ് 1 റേസ് ടു 1 പ്ലസ് 1 2. അപ്പോൾ 1 വന്നു. അപ്പോൾ 1/1 സ്ക്വയർ. അപ്പോൾ 4/1 സ്ക്വയർ കോസ് എക്സ്. അടുത്തത് മൈനസ് വരും അല്ലേ. മൈനസ് എന്നിന് 2 കൊടുക്കുമ്പോൾ 3 അല്ലേ. അപ്പോൾ മൈനസ് 4/2 സ്ക്വയർ കോസ് 2x. അടുത്ത പോസിറ്റീവ് വന്നു 4/3 സ്ക്വയർ കോസ് 3x എക്സെട്ര എന്ന് പറഞ്ഞു പോവാം. പ്ലസ് ഇട്ടു. അടുത്തത് മറ്റേ സൈൻ്റെ വേണ്ടേ. സൈൻ്റെ എന്ത് കിട്ടുന്നു? 2/1 സൈൻ എക്സ് മൈനസ് 2/2 സൈൻ 2x. ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ പുട്ട് x = 1 കൊടുത്തു. സോറി, x = 0 കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് കൊടുക്കുമ്പോൾ f of 0 എന്താണ്? f of 0 എന്താ? 0. അപ്പോൾ 0 = മൈനസ് പൈ സ്ക്വയർ ബൈ 3a പ്ലസ് 4/1 സ്ക്വയർ. ആ 4 എടുത്ത് വെളിയിലിട്ടു. അല്ലേ വേണ്ട, ഇപ്പോൾ എഴുതണ്ട. 4/1 സ്ക്വയർ മൈനസ് 4/2 സ്ക്വയർ പ്ലസ് 4/3 സ്ക്വയർ എക്സെട്ര എന്ന് പറഞ്ഞു. സൈൻ്റെ എല്ലാം 0 ആയി പോകത്തില്ലേ. ഈ മൈനസ് പൈ സ്ക്വയർ ബൈ 3 നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയാൽ പൈ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടുന്നു. 4 എടുത്ത് വെളിയിലിട്ടാൽ 1/1 സ്ക്വയർ 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ ഇങ്ങനെ പോവാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പൈ സ്ക്വയർ ബൈ 12 = 1/1 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ എക്സെട്ര എന്ന് പറഞ്ഞു. ഓക്കെ, മൈനസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലായിരുന്നു സീരീസ്. അടുത്ത ടൈം എന്തായിരുന്നു? 1/4 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയർ അങ്ങനെ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് f of x = mod x in the interval minus pi to pi ആണ്. Hence show that 1/1 square plus 1/3 square plus 1/5 square plus etc. is equal to pi square by 8. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ മൈനസ് പൈ ടു പൈ ആണ്. ഇവിടെ മോഡെക്സ് ആണ്. മോഡെക്സ് എന്ന് പറയുന്ന എന്താണ്? ഈവൻ ആണോ ഓഡാണോ? മോഡെക്സ് ഈവൻ അല്ലേ. മോഡെക്സ് മോഡിനകത്ത് എന്ത് വാല്യൂ വന്നാലും നെഗറ്റീവ് വാല്യൂ വന്നാലും പോസിറ്റീവ് അല്ലേ കിട്ടുന്നേ അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് മോഡെക്സ് എന്ന് പറയുന്നത് ഈവൻ ആണ്. ഈവൻ ആകുമ്പോൾ bn 0 ആയി മാറുന്നു. ഓക്കെ, ഇനി മോഡെക്സിന്റെ എക്സ്പാൻഷൻ എങ്ങനെ അറിയാമോ? എഫ് ഓഫ് എക്സ് = മോഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? -x -π ലെസ് ദാൻ x ലെസ് ദാൻ 0 എന്നും x 0 ലെസ് ദാൻ x ലെസ് ദാൻ π ആണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നോക്കിക്കോണേ. അപ്പോൾ എഫ് ഓഫ് എക്സ് = മോഡെക്സ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ മോഡെക്സിന്റെ എക്സ്പാൻഡ് ചെയ്തത് നമുക്ക് അറിയാം. ഇനി a0ഉം an-ഉം a0ഉം an-ഉം കാണാം. bn 0 ആണല്ലോ. a0ന്റെ ഫോർമുല എന്താണ്? a0 = 2/π. ഇവിടെ l എന്താണ്? l π അല്ല. 2l = 2π എന്ന് കിട്ടുന്നു. l = π എന്ന് കിട്ടുന്നു. അപ്പോൾ 2/π ഇൻ്റഗ്രൽ 0 to π f of x dx. ഇവിടെ 0 to π ഇന്റർവെൽ വരുമ്പോൾ f of x എന്താകുന്നു?
ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മോഡ് എക്സിൻ്റെ എക്സ് ആയി മാറുന്നു അല്ലേ. അപ്പോൾ 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് ഡി എക്സ് എന്ന് കിട്ടുന്നു. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടുന്നു? x²/2 എന്ന് കിട്ടുന്നു. 2/π x²/2 0 to π which is equal to 2/π π²/2 പയ്യും പോയി 2 ഉം 2 ഉം പോയി. അപ്പോൾ എന്തായി വരുന്നു? ആൻസർ പൈ എന്ന് കിട്ടും. π² ഒരു പയ്യെ പോകുന്നുള്ളൂ. അടുത്ത an എന്ത് കിട്ടുന്നു? an 2/π ഇൻ്റഗ്രൽ 0 to π 0 to π ആകുമ്പോൾ f of x എന്താണ്? x ആണ്. cos nx dx. ബെർണോളി ചെയ്യുമ്പോഴത്തേക്ക് 2/π x ഇൻറ്റു sin nx/n മൈനസ് 1 ഇൻറ്റു മൈനസ് cos nx/n² 0 to π 2/π x sin nx/n പ്ലസ് cos nx ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. cos nx cos nx/n² 0 to π. ഇനി നമ്മൾ ഇൻ്റഗ്രലിന് ലിമിറ്റുകൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫസ്റ്റ് പൈ കിട്ടുന്നു. പൈ sin nπ ആണ്. അത് 0 ആയി പോകുന്നു. എഴുതാം പൈ sin nπ/n പ്ലസ് cos nπ/n² മൈനസ് 0 പ്ലസ് 1/n² എന്ന് കിട്ടുന്നു. അതായത് 2/π ഇത് 0 ആയി പോകും. ഇത് 0 ആണ്. ഇത് -1/n ആണ്. അപ്പോൾ -1/n/n² -1/n². അതായത് 2/π -1/n/1 -1/n/n² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് f of x എന്ത് കിട്ടുന്നു? f of x a0/2 പ്ലസ് സമ്മേഷൻ n = 1 to ∞ an cos nx. a0 എന്തായിരുന്നു കിട്ടിയത്? പൈ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ π/2 പ്ലസ് സമ്മേഷൻ n = 1 to ∞ an 2/π -1/n-1/n² ഇൻറ്റു cos nx. ഇനി നമ്മൾ ഒരു സീരീസ് ഫോം ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. സീരീസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പുട്ട് x = 0 x = 0 കൊടുക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്, ഒറ്റ സീരീസ് ഒക്കെ ഉള്ളെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് കൊടുത്താൽ മതി. പുട്ട് x = 0 കൊടുക്കുമ്പോൾ f of 0 π/2 പ്ലസ് സമ്മേഷൻ n = 1 to ∞ 2/π -1/n-1/n² cos 0 എന്താണ്? 1 ആയി മാറും. f of 0 എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള π/2നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ -π/2 ആയി. ഇസ് ഈക്വൽ ടു ആ 2/π എടുത്ത് വെളിയിലിട്ടു. സമ്മേഷൻ n = 1 to ∞ -1/n-1/n². ഈ റൈറ്റ് സൈഡിലുള്ള 2/π ലെഫ്റ്റിലോട്ട് പോയി കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു? π²/2 എന്നാവും. π/2 എന്നാവുന്നു. അപ്പോൾ ഓൾറെഡി ഒരു പൈ ഉണ്ട്. അപ്പോൾ π² ആയി. π²/4 എന്നായി മാറി. ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു വരത്തില്ലേ? -π/2 × π/2 എന്നാവും. അപ്പോൾ -π²/4 എന്നായി. വിച്ച് ഈസ് ഈക്വൽ ടു എന്നിന് നമ്മൾ 1 2 ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എന്നിന് 1 കൊടുക്കുമ്പോൾ 1/1². അതായത് ഈ ടേം, അതായത് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആദ്യം ഞാൻ എഴുതുന്നത് 1/1². ഇതെന്ത് കിട്ടുന്നു? -1/1 എന്താണ്? -1 -1 കിട്ടും. പ്ലസ് അടുത്തത് n/2 കൊടുക്കുമ്പോൾ 1/2². -1ന്റെ സ്ക്വയർ എന്താ? 1 ആണ്. 1 - 1 എന്താണ്? 0 എന്ന് കിട്ടുന്നു. പ്ലസ് n/3 കൊടുക്കുമ്പോൾ 1/3². -1ന്റെ ക്യൂബ് എന്താണ്?
-1 -1 -1 എന്ന് കിട്ടുന്നു. പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോവാം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു -2 എടുത്ത് വെളിയിലിട്ടാൽ 1/1² പ്ലസ് അടുത്ത ടൈം ഇല്ല 0 ആണ്, പ്ലസ് അടുത്തത് എന്താണ് 1/3² പ്ലസ് എക്സെട്ര ഇങ്ങനെ പോവാണ്. ഈ -2നെ റൈറ്റിലോട്ട് കൊണ്ടുവന്നാൽ ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ π² നെഗറ്റീവ് മൈനസും പോവും. π²/8 ഈസ് ഈക്വൽ ടു 1/1² പ്ലസ് 1/3² പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോവാണ്. സീരീസ് കിട്ടിയില്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്റ്റെയിൻ ഫോറിയർ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ. ഒബ്റ്റെയിൻ ഫോറിയർ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to mod sin x, മോഡാണ്. ഇന്റർവെൽ -π ലെസ് ദാൻ x ലെസ് ദാൻ π ആണ്. ഇന്റർവെൽ അപ്പോൾ -π to π ആണ്. സൊല്യൂഷൻ f of x എന്ന് പറയുന്നത് മോഡ് sin x എന്നാണ് കിട്ടിയിരിക്കുന്നത്. മോഡ് sin x എപ്പോഴും എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ അല്ലേ. മോഡ് വന്നു കഴിഞ്ഞാൽ ഈവൻ ആണ്. ക്ലിയർ? അപ്പോൾ f of x എന്ന് പറയുന്നത് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഫോറിയർ സീരീസിന്റെ ഫോം എങ്ങനെയാണ് വരുന്നത്? f of x is equal to ഈവൻ ആകുമ്പോൾ bn 0 ആകുന്നു. f of x is equal to a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nπ xπ l എന്നായി മാറുന്നു. ഇവിടെ പീരീഡ് എന്താ? പീരീഡ് 2l is equal to 2π ആണ്. അപ്പോൾ l is equal to π എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nx എന്ന് കിട്ടുന്നു. ഇനി a0ഉം an ഒക്കെ കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാമല്ലോ. a0 is equal എന്താ? 2/l. അപ്പോൾ 2/π ഇന്റഗ്രൽ 0 to π. f of x എന്താണ്? മോഡ് sin x ആണ്. മോഡ് sin x. അപ്പോൾ ഈ ഇന്റഗ്രൽ 0 to π മോഡ് sin x എന്താണ്? 0 to π sin x ആണ് കേട്ടോ. മുമ്പേ നമ്മൾ മോഡ് എക്സിന്റെ നമ്മൾ എഴുതി ഓർക്കുന്നുണ്ടോ? -x -π ലെസ് ദാൻ x ലെസ് ദാൻ 0 x 0 ലെസ് ദാൻ x ലെസ് ദാൻ π. അതേപോലെ തന്നെയാണ്. കേൾക്കുന്നുണ്ടോ? നമ്മുടെ 0 to π എന്താണ്? മോഡ് sin x എന്ന് പറയുന്നത് sin x ആണ്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടുന്നു? 2/π ഇന്റഗ്രൽ sin x എന്താണ്? മൈനസ് cos x ആണ്. 0 to π 2/π മൈനസ് cos π മൈനസ് cos 0 അല്ലേ. ഇപ്പൊ പ്ലസ് cos 0 മൈനസ് cos 0 അപ്പോൾ പ്ലസ് cos 0 ഇസ് ഈക്വൽ ടു 2/π. ഇതെന്ത് കിട്ടുന്നു? cos πയുടെ വാല്യൂ എന്താണ്? cos π എന്താ? -1. അപ്പോൾ മൈനസും കൂടെ പ്ലസ് ആവുന്നു. 1 + 1 ആവുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? 4/π എന്ന ആൻസർ കിട്ടുന്നു. കിട്ടിയോ? 4/π. ഇനി അടുത്തത് an എന്താ വരുന്നത്? അപ്പോൾ 2/π ഇന്റഗ്രൽ 0 to π sin x ഇൻറ്റു cos nx dx. ഓക്കെ, cos nx dx. അപ്പോൾ ഇന്റഗ്രലിനകത്ത് നമ്മൾ ഈ n വരുന്ന ടൈം വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് cos nx n വരുന്ന ആദ്യം എഴുതണമെന്ന്. അപ്പോൾ cos nx sin x dx എന്ന് എഴുതുന്നു. ഇതെന്താണ്? cos a sin b ഫോം ആണ്. അതായത് 1/2 ഇൻറ്റു sin of a plus b മൈനസ് sin of a minus b ആണ്. അപ്പോൾ എന്ത് കിട്ടുന്നു? 2/π ഇന്റഗ്രൽ 0 to π sin of n plus 1 x മൈനസ് sin of n minus 1 x ഡിവൈഡഡ് ബൈ 2 dx. ഓക്കെ, ഈ 2 വെട്ടിപ്പോയി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 1/π ഇതിന്റെ ഇന്റഗ്രൽ എന്താ വരുന്നത്? sin of n plus 1 x ഇന്റഗ്രൽ എന്താണ്? മൈനസ് cos of n plus 1 x ഡിവൈഡഡ് ബൈ n plus 1 മൈനസ് അടുത്ത എന്താണ്? പ്ലസ് ആവും അല്ലേ. പ്ലസ് cos of n minus 1 x ഡിവൈഡഡ് ബൈ n minus 1 0 to π എന്നായി മാറി. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. 1/π അപ്പർ ലിമിറ്റ് എന്താണ്?
പൈ. അപ്പോൾ മൈനസ് കോസ് ഓഫ് n പ്ലസ് 1 പൈ എ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് കോസ് ഓഫ് n മൈനസ് 1 പൈ എ ഡിവൈഡഡ് ബൈ n മൈനസ് 1. ലോവർ ലിമിറ്റ് ഉണ്ടെങ്കിൽ കോസ് 0 വരും. അതായത് മൈനസ് 1 ബൈ n പ്ലസ് 1 പ്ലസ് 1 ബൈ n മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ 1 ബൈ പൈ. ഇതെന്താ മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് ഇതെന്ത് കിട്ടുന്നു മൈനസ് 1 റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ പ്ലസ് 1 ബൈ n പ്ലസ് 1 മൈനസ് 1 ബൈ n മൈനസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ മൈനസ് 1 റേസ് ടു n പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്, സൈഡിലോട്ടൊന്ന് എഴുതിക്കേ. മൈനസ് 1 റേസ് ടു n പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് 1 റേസ് ടു n ഇൻറ്റു മൈനസ് 1 റേസ് ടു 1 എന്ന് എഴുതാം അല്ലേ. ഇവിടെ ഒരു മൈനസ് ഇല്ലേ, ഇവിടെ ഒരു മൈനസ് വരുമ്പോൾ എന്താ, ആ മൈനസും ഇവിടുത്തെ ഇതും കൂടെ പോസിറ്റീവ് ആവും. അതായത് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 റേസ് ടു n മൈനസ് 1 റേസ് ടു 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് ഇതെന്ത് കിട്ടുന്നു മൈനസ് 1 റേസ് ടു n മൈനസ് 1 റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 പ്ലസ് 1 ബൈ n പ്ലസ് 1 മൈനസ് 1 ബൈ n മൈനസ് 1 എന്നാകും. ഇവിടെ നോക്കി, ഈ മൈനസും കൂടെ പോസിറ്റീവ് ആവും. ഇതെന്താണ്, ഇതിന്റെ ആൻസർ എന്താ, മൈനസ് 1 റേസ് ടു മൈനസ് 1 എന്താ മൈനസ് 1 ആകും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1 ബൈ പൈ മൈനസ് 1 റേസ് ടു n ഡിവൈഡഡ് ബൈ n പ്ലസ് 1. അടുത്ത മൈനസ് ആയി, മൈനസ് 1 റേസ് ടു n എന്നായി, മൈനസ് 1 റേസ് ടു n പ്ലസ് അടുത്തത് 1 ബൈ n പ്ലസ് 1 മൈനസ് 1 ബൈ n മൈനസ് 1 എന്നായി. ഇനി ആ ആദ്യത്തെ രണ്ട് ടൈമിൽ മൈനസ് 1 റേസ് ടു n ഉണ്ട്, അത് കോമൺ ആയിട്ട് എടുത്ത് വെളിയിലിടാം. 1 ബൈ പൈ മൈനസ് 1 റേസ് ടു n എടുത്ത് വെളിയിലിട്ടു. അപ്പോൾ നമുക്ക് 1 ബൈ n പ്ലസ് 1 മൈനസ് 1 ബൈ n മൈനസ് 1 ഉണ്ട്. അടുത്തതൊന്ന് സോൾവ് ചെയ്തേ, ഇതൊന്ന് സോൾവ് ചെയ്തേ മുകളിലോട്ട്. അപ്പോൾ n മൈനസ് 1 മൈനസ് n മൈനസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടുന്നു. ഇതും പോകുന്നു അല്ലേ, അപ്പോൾ മൈനസ് 2 എന്ന് വരും അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു ബ്രാക്കറ്റ് ഒന്ന് സോൾവ് ചെയ്തേ, 1 ബൈ പൈ മൈനസ് 1 റേസ് ടു n മൈനസ് 1 മൈനസ് n മൈനസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് 1 മൈനസ് 2 ബൈ n സ്ക്വയർ മൈനസ് 1. ഇതും നമുക്ക് എന്ത് കിട്ടുന്നു, എന്നും പോയി മൈനസ് 2 ബൈ n സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടുന്നു. അതായത് 1 ബൈ പൈ മൈനസ് 1 റേസ് ടു n മൈനസ് 2 ബൈ n സ്ക്വയർ മൈനസ് 1 എന്നും മൈനസ് 2 ബൈ n സ്ക്വയർ മൈനസ് 1 എന്നും കിട്ടും. അപ്പോൾ ഈ രണ്ട് ടൈമിൽ നിന്നും മൈനസ് 2 ബൈ n സ്ക്വയർ മൈനസ് 1 എടുത്ത് വെളിയിലിട്ടാൽ എന്ത് എഴുതാൻ പറ്റുന്നു, 1 ബൈ പൈയിൽ നിന്നും അകത്തെ ഫസ്റ്റ് ടൈമിൽ നിന്നും മൈനസ് 2 ബൈ n സ്ക്വയർ മൈനസ് 1 എടുത്ത് വെളിയിലിട്ടു. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് മൈനസ് 1 റേസ് ടു n ആകുന്നു. ഇവിടെ അപ്പോൾ എന്താകുന്നു, പ്ലസ് 1 എന്നാകുന്നു. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇത്രയേ ഉള്ളൂ, ഇനി സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2. എ നോട്ട് എന്തായാലും നമുക്ക് കിട്ടിയത്, എ നോട്ട് എന്തായിരുന്നു കിട്ടിയത്, ആരെങ്കിലും പറഞ്ഞേ, എ നോട്ട് എന്തായിരുന്നു ആൻസർ, 4 ബൈ പൈ അല്ലായിരുന്നു, 4 ബൈ പൈ അല്ലേ. കേൾക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? അപ്പോൾ 4 ബൈ പൈ ഇൻറ്റു 2 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി 1 ബൈ പൈ മൈനസ് 2 ബൈ n സ്ക്വയർ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ഇൻറ്റു എന്തായിരുന്നു ഇവിടെ കോസ് n എക്സ്.
ഇത് വെട്ടാം, ഇതും കൂടെ വെട്ടിയിട്ട് ഇവിടെ 2 എഴുതാം. അപ്പോൾ 2/π വരും. 2/π പ്ലസ് സമ്മേഷൻ n is equal 1 to infinity 1/π minus 2/n square minus 1 minus 1 raised to n plus 1 into cos nx. ഓക്കെ, ക്ലിയർ? നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്ന ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ ആൻഡ് കോസൈൻ സീരീസ് ആണ്. അപ്പോൾ ഹാഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ പീരീഡ് എന്തായി മാറുന്നു? പീരീഡ് എൽ ആയി മാറുന്നു. ഹാഫ് റേഞ്ചിൽ പീരീഡ് എൽ ആണ്. നമ്മൾ ഇത്രയും സമയം ഫോറിയർ സീരീസിനകത്ത് പീരീഡ് 2l is equal to എന്നല്ലേ, അപ്പോൾ ഇവിടെ വരുമ്പോൾ പീരീഡ് എൽ is equal to എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്താ വരുന്നത്? എഫ് ഓഫ് എക്സ് is equal to ആദ്യം നമ്മൾ എന്താണ് ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസിന്റെ ഇക്വേഷൻ എഴുതാം. ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് കൊസൈൻ സീരീസ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് is equal to a0/2a പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nπ x/l. ഇവിടെ a0ഉം an ഒക്കെ കാണുന്നതിനുള്ള ഫോർമുല a0 is equal to 2/l ഇന്റഗ്രൽ 0 to l f of x dx ആണ്. an-ന്റെ ഫോർമുല 2/l ഇന്റഗ്രൽ 0 to l f of x into cos nπ x/l dx. ഇതാണ് ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ്. ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ്റെ ടൈം വരുന്നത് എഫ് ഓഫ് എക്സ് is equal to സമ്മേഷൻ n is equal to 1 to infinity bn sin nπ x/l. bn-ന്റെ ഫോർമുല 2/l ഇന്റഗ്രൽ 0 to l f of x into sin nπ x/l dx ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഓഡ് ഓർ ഈവൻ ഫംഗ്ഷന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് അല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷേ ഓഡ് ഓർ ഈവൻ ഫംഗ്ഷൻ അത് പീരീഡ് എന്താണ്? പീരീഡ് 2l ആണ്. ഹാഫ് റേഞ്ച് വരുമ്പോഴത്തേക്ക് പീരീഡ് l ആണെന്നേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇക്വേഷനിൽ എഴുതി കഴിഞ്ഞല്ലോ. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് is equal to k in 0,π. സൊല്യൂഷൻ ഇവിടെ ഹാഫ് റേഞ്ച് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ പീരീഡ് എന്താണ്? പീരീഡ് എൽ ആണ്. പീരീഡ് എൽ is equal to π - 0, l is equal to π എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? സൈൻ സീരീസിന്റെ ഇക്വേഷൻ എന്താ? സൈൻ സീരീസ് എഫ് ഓഫ് എക്സ് is equal to സമ്മേഷൻ n is equal to 1 to infinity bn sin nπ x/l ആണ്. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് is equal to എന്താകുന്നു? സമ്മേഷൻ n is equal to 1 to infinity bn sin nx എന്നാകുന്നു. ഓക്കെ അല്ലേ? bn-ന്റെ ഫോർമുല എന്താ? 2/l. അപ്പോൾ 2/π ഇന്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് എന്താ? ഇവിടെ k അല്ലേ ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത്. ഫംഗ്ഷൻ k ആണ്. sin nx dx ആണ്, വിച്ച് is equal to 2/π. k കോൺസ്റ്റന്റ് ആണ്. k കോൺസ്റ്റന്റ് എടുത്ത് വെളിയിൽ ഇട്ടു. sin nx-ന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് cos nx n ആണ്. 0 to π 2k/π മൈനസ് cos nπ/n മൈനസ് അപ്പോൾ പ്ലസ് ആയി cos 0/n is equal to 2k/π മൈനസ് 1 raised to n/n പ്ലസ് 1/n. ഇത് പോസിറ്റീവായിട്ട് വരുന്നത് ആദ്യം എഴുതുമ്പോൾ 2k/π 1 മൈനസ് 1 raised to n/n എന്ന് എഴുതാൻ പറ്റും. ഇതാണ് bn എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് നമ്മുടെ ഫൊറിയർ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് എന്താകുന്നു? സമ്മേഷൻ n ഈക്വൽ 1 to infinity 2k by pi 1 മൈനസ് ഒന്ന് വെയിറ്റ് ചെയ്യുക 1 മൈനസ് -1 by n ഇൻറ്റു സൈൻ എൻ എക്സ്. ഓക്കെ, കഴിഞ്ഞോ? ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് എയിൽ 3 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2018 മുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. 2018 ഏപ്രിലിൽ ചോദിച്ചിട്ടുണ്ട്, 2019 മെയ്യിൽ ചോദിച്ചിട്ടുണ്ട്, പിന്നെ 2023 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, പിന്നെ 2024 മെയ്യിൽ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 ഡിസംബറിലും ചോദിച്ചു. ഇപ്പം കഴിഞ്ഞ പരീക്ഷയിൽ ഈ മാസം 17 നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സാർ ഇക്വേഷനോടെ കാണിക്കുമോ? ഇക്വേഷൻ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? കാണുന്നുണ്ടോ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻ 0,1 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇന്റർവെൽ എന്താണ്? 0,1 ആണ്. അപ്പോൾ എൽ എന്താണ്? എൽ 1 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് പൈ എൽ എന്നല്ലേ? അപ്പോൾ എല്ലിൻ്റെ അവിടെ 1 കൊടുക്കുമ്പോൾ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് എന്നാണ് വരുന്നത്. ഇനി ബി എൻ കാണണം. ബി എൻ എന്താ? ബി എന്നിൻ്റെ ഫോർമുല എന്താ? 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ്. എൽ ഉള്ളതെല്ലാം 1 കൊടുക്കുമ്പോൾ 2 ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് സൈൻ എൻ പൈ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വരുന്നത്? കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. എ ഈസ് ഈക്വൽ ടു 1 ബി ഈസ് ഈക്വൽ ചെയ്തോട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ പൈ യു ആണ് വരുന്നത് അല്ലേ? എക്സിൻ്റെ കോഷ്യൻ്റ് അല്ലേ ബി അല്ലേ? ഇപ്പോൾ ബി എൻ പൈ യു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ എ എന്താണ്? 1 സൈന് ബി എക്സ്. അപ്പോൾ സൈൻ എൻ പൈ എക്സ് മൈനസ് എൻ പൈ ഇൻറ്റു കോസ് എൻ പൈ എക്സ് 0 to 1. ഇനിയിപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 2 വെളിയിലുണ്ട്. ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന ഈ സാധനം കൂടെ വെളിയിൽ കിട്ടും. 1 പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ഈ കൊടുത്തു, എക്സിൻ്റെ അവിടെ 1 കൊടുത്തു. അപ്പോൾ ഈ ഇൻറ്റു സൈൻ എൻ പൈ. സൈൻ എൻ പൈയുടെ ആൻസർ എന്താണ്? സൈൻ എൻ പൈ എന്താ? 0 അല്ലേ? 0 മൈനസ് അടുത്ത എൻ പൈ ഇൻറ്റു കോസ് എൻ പൈ. കോസ് എൻ പൈ. അപ്പോൾ അത് അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ലോവർ ലിമിറ്റ് അപ്പോൾ എന്ത് കിട്ടുന്നു? ഇ റേസ് ടു 0 1 അല്ലേ? 1 ഇൻറ്റു സൈൻ 0 എന്താണ്? 0 ആണ്. മൈനസ് എൻ പൈ ഇൻറ്റു കോസ് 0 എന്താണ്? 1 ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ 2/1 പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഇതെന്ത് കിട്ടുന്നു? ഈ ഈനകത്തോട്ട് കയറ്റുമ്പോൾ മൈനസ് ഇ ഇൻറ്റു എൻ പൈ കോസ് എൻ പൈ മൈനസ് 1/n കിട്ടുന്നു. ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? പ്ലസ് എൻ പൈ എന്ന് കിട്ടുന്നു. അപ്പോൾ ആൻസർ നമുക്ക് ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ എൻ പൈനെ എടുത്ത് വെള്ളി കിട്ടും. അപ്പോൾ 2 എൻ പൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തപ്പോൾ ഈ മൈനസ് ഇ മൈനസ് 1/n പ്ലസ് 1 എന്നാണ് കിട്ടുന്നത്.
വിച്ച് ഈസ് ഈക്വൽ ടു 2n π/1 + n² π² 1 - c -1/n എന്ന് എഴുതാം. പോസിറ്റീവായിട്ടുള്ളത് ആദ്യം എഴുതുന്നു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ therefore f of x എന്ത് വരുന്നു? f of x summation n is equal to 1 to infinity 2n π divided by 1 + n² π² 1 - e into -1/n sin n/x എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ സൈൻ സീരീസ് ആണ് പഠിച്ചത്, ഇനി കൊസൈൻ സീരീസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ എ പാർട്ടിൽ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒബ്റ്റെയിൻ ദ cosine series for f of x is equal to x. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊസൈൻ സീരീസ് അല്ലെങ്കിൽ സൈൻ സീരീസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ അല്ലെങ്കിൽ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ആണ് കാണേണ്ടത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഫൊറിയർ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോം എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos n/x/l ആണ്. ഇവിടെ പീരീഡ് എഴുതിക്കോ, പീരീഡ് ഞാൻ പറയാൻ വിട്ടുപോയി. 0 <x < π ആണ് പീരീഡ്. അപ്പോൾ എന്ത് കിട്ടുന്നു? പീരീഡ് l is equal to π എന്ന് കിട്ടുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താകുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nx എന്നായി മാറുന്നു. ഇനി a0ന്റെ ഫോർമുല അറിയാമല്ലോ. a0ന്റെ ഫോർമുല എന്താണ്? a0 is equal to 2/l അല്ലേ? അപ്പോൾ 2/π ഇന്റഗ്രൽ 0 to π f of x dx which is equal to 2/π x²/2 0 to π which is equal to 2/π π²/2. ഈ പയ്യും ഇവിടുത്തെ ഒരു പയ്യും പോകുന്നു, ഈ 2ഉം 2ഉം പോകുന്നു. ആൻസർ π എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് an is equal to എന്താ വരുന്നത്? 2/π ഇന്റഗ്രൽ 0 to π x ഇൻറ്റു കോസ് nx dx എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബെർണോളിസ് വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടുന്നു? 2/π x ഇൻറ്റു സൈൻ nx/n 1 ഇൻറ്റു മൈനസ് കോസ് nx/n² 0 to π. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പേ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള സൈനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ 2/π x ഇൻറ്റു സൈൻ nx/n ഇതപ്പോൾ എന്താ? പ്ലസ് ആകുന്നു, പ്ലസ് കോസ് nx/n² 0 to π എന്നാകുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 2/π അപ്പർ ലിമിറ്റ് എന്താണ്? പൈ കൊടുക്കുന്നു. അപ്പോൾ പൈ ഇൻറ്റു സൈൻ nπ/n പ്ലസ് കോസ് nπ/n² മൈനസ് 0 പ്ലസ് 1/n². ലോവർ ലിമിറ്റ് ഇതിപ്പോൾ ഇത് 0 ആകുന്നു, ഇത് -1/n ആകുന്നു. അടുത്ത സ്റ്റെപ്പിൽ 2/π -1/n/n² ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ -1/n² വിച്ച് ഈസ് ഈക്വൽ ടു 2/π -1/n-1/n² എന്ന് കിട്ടുന്നു. ഓക്കെ ആണോ? ഇനിയിപ്പോൾ നമ്മൾ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 അല്ലേ? a0 എന്തായിരുന്നു? പൈ ആയിട്ട്. അപ്പോൾ π/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an എന്താ കിട്ടിയത്? an ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. 2/π -1/n-1 ഡിവൈഡ് ബൈ n², അതായത് 2/π വേണമെന്നുണ്ടെങ്കിൽ ആ n² കൂടെ എടുത്ത് എഴുതിക്കോ. -1/n-1 ഇൻറ്റു കോസ് nx. ഇതാണ് ഫൈനലായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് എക്സാമിനും ചോദിക്കാനുള്ളത്.
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തതൊരു കൊസൈൻ സീരീസിന്റെ മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്റ്റൈൻ ദ ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് ഇൻറ്റു പൈ മൈനസ് എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. 2016 ചോദിച്ചു, 2017 ചോദിച്ചു, 2018 ചോദിച്ചു, ഏറ്റവും അവസാനം 2021 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ സ്കീമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മെയ് 2016 മുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സൊല്യൂഷൻ കൊസൈൻ സീരീസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2a പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ 1 to ഇൻഫിനിറ്റി. ഇവിടെ പീരീഡ് എന്താണ്? പീരീഡ് L ഇസ് ഈക്വൽ ടു പൈ ആണ്. അപ്പോൾ നമ്മുടെ കൊസൈൻ സീരീസ് എങ്ങനെ മാറുന്നു? an cos nx എന്നായി മാറുന്നു. a0ന്റെ ഫോർമുല അറിയാമല്ലോ, 2/L. അപ്പോൾ 2/π ഇൻ്റഗ്രൽ 0 to പൈ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ഇൻറ്റു പൈ മൈനസ് എക്സ് ഡി എക്സ് എന്നാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2/π 0 to പൈ. ആ എക്സിനകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, എക്സ് പൈ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി വേണം ഇൻ്റഗ്രേഷൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 2/π പൈ ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇതെന്ത് കിട്ടുന്നു? x³ 3 0 to പൈ. ഇത് ഈക്വൽ 2/π അപ്പർ ലിമിറ്റ് എന്ത് കിട്ടുന്നു? പൈ ഇൻറ്റു പൈ സ്ക്വയർ. അപ്പോൾ π³ 2 മൈനസ് π³ 3. ലോവർ ലിമിറ്റ് ഉണ്ടോ? ലോവർ ലിമിറ്റ് 0 അല്ലേ, ആവശ്യമില്ല. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 3π³ മൈനസ് 2π³ ഡിവൈഡഡ് ബൈ 6. അപ്പോൾ π³ 6 എന്ന് കിട്ടുന്നു അല്ലേ. അപ്പോൾ 2/π ഇൻറ്റു π³/6. ഇവിടുത്തെ ഒരു പൈയും ഇവിടുത്തെ ഒരു പൈയും പോയി, ഇവിടെ 2 ആകുന്നു. ഇവിടെ ഒരു 2 ഇതും കൂടെ വെട്ടിട്ട് 3 ആകുന്നു. π² 3 എന്ന് കിട്ടുന്നു. π² 3 a0 കിട്ടി. അങ്ങനെയാണ് an എന്ത് കിട്ടുന്നു? an 2/π ഇൻ്റഗ്രൽ 0 to പൈ. സോൾവ് ചെയ്തിട്ടുള്ള അങ്ങ് എഴുതിക്കോ. എക്സ് പൈ മൈനസ് എക്സ് സ്ക്വയർ കോസ് nx dx അല്ലേ. ആ എഫ് ഓഫ് എക്സിനകത്തുള്ള ആ എക്സിനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി നമ്മളിവിടെ ബെർണോളിസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നു. 2/π എക്സ് പൈ മൈനസ് എക്സ് സ്ക്വയർ കോസ് nxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ nx/n മൈനസ് ഇതെന്താണ്? ഡെറിവേറ്റീവ് എന്ത് കിട്ടുന്നു? പൈ മൈനസ് 2x എന്ന് കിട്ടുന്നു. അടുത്ത എന്ത് കിട്ടുന്നു? മൈനസ് കോസ് nx/n² എന്ന് കിട്ടുന്നു. അടുത്ത പ്ലസ് സൈൻ ഇട്ടു. അടുത്ത എന്ത് കിട്ടുന്നു? പൈ മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 2. ഇതെന്ത് കിട്ടുന്നു? മൈനസ് സൈൻ nx/n³ എന്ന് കിട്ടുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 0 to പൈ വിച്ച് ഈസ് ഈക്വൽ ടു 2/π എക്സ് പൈ മൈനസ് എക്സ് സ്ക്വയർ സൈൻ nx/n. ഇത് പ്ലസ് ആകുന്നു. പ്ലസ് പൈ മൈനസ് 2x കോസ് nx/n². പ്ലസ് ആയത് അറിയാമല്ലോ, ഈ കോസിൻ്റെ ഈ മൈനസും ഇവിടുത്തെ മൈനസും ഇവിടെ പ്ലസ് ആണ്. അടുത്തത് പ്ലസ് 2 സൈൻ nx/n³ 0 to പൈ. ഇത് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണ്. എക്സിൻ്റെ അവിടെ പൈ കൊടുക്കുന്നു. അപ്പോൾ 2/π ഫസ്റ്റ് ടേം എക്സ് പൈ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ അവിടെ പൈ കൊടുക്കുക. π² മൈനസ് π² എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. ഫസ്റ്റ് ടൈം 0 പ്ലസ് അടുത്ത എന്താ? പൈ മൈനസ് 2π. അപ്പോൾ മൈനസ് പൈ കോസ് nπ ഡിവൈഡഡ് ബൈ n² പ്ലസ് വെയിറ്റ് ചെയ്യുക 2 ഇൻറ്റു സൈൻ nπ/n³ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 0 പ്ലസ് അടുത്ത എന്ത് കിട്ടുന്നു? π/n² കിട്ടില്ലേ? π/n². അടുത്തത് 0 ആയിപ്പോയി.
ഇനി ഇവിടെ അറിയാവുന്ന റിസൾട്ടുകളൊക്കെ എഴുതുന്നു. ഇത് -1/n ആണ്, ഇത് 0 ആണ്. അപ്പോൾ -π -1/n/n². അപ്പോൾ which is equal to 2/π -π -1/n² -π/n², which is equal to ഒരു -π എടുത്ത് വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ 2/π -π എടുത്ത് വെളിയിലുണ്ട, വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, π എടുത്ത് വെളിയിട്ടെ. അപ്പോൾ എന്ത് കിട്ടുന്നു? -1/n ഡിവൈഡഡ് ബൈ n² -1/n² എന്ന് കിട്ടുന്നു. ഈ പയ്യും വെട്ടിപ്പോയി. 2 ഇൻറ്റു -1/, ഈ -1/n നമുക്ക് എങ്ങനെ എഴുതാം? -1/n+1 എന്ന് എഴുതാൻ പറ്റില്ലേ? എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? ഡിവൈഡഡ് ബൈ n² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ f(x) എന്ത് കിട്ടുന്നു? f(x) is equal to എന്തായിരുന്നു? a0 എന്തായിരുന്നു കിട്ടിയത്? പറയുമോ? a0 ചെയ്തത് വായിച്ചേ. a0 π²/3 ആണല്ലേ. അപ്പോൾ π²/6 വരും അല്ലേ? π²/6 a0/2 അല്ലേ? അപ്പോൾ 3 × 2 6 വരുന്നു. പ്ലസ് സമ്മേഷൻ n = 1 to infinity മൈനസ് അല്ലല്ലോ, 2 ഡിവൈഡഡ് ബൈ n² -1/n+1 -1 ഇൻറ്റു cos nx. ഓക്കെ, ഇനിയിപ്പോൾ ഇപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഇനി പഠിപ്പിക്കാനുള്ളത് ടൈലർ സീരീസും മാക്ലോറിൻ സീരീസും. അപ്പോൾ ടൈലർ സീരീസിൻ്റെ മാക്ലോറിൻ സീരീസിന് ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് വെക്കുക.